89.6 FM സർഗക്ഷേത്ര. വെൽക്കം ടു ഉയരയോൺ സർഗക്ഷേത്ര 89.6 FM. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്നത്തെ ഉയരയിൽ നമ്മളൊരു കോഴ്സിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും അനിവാര്യമായിട്ടുള്ള ഒരു സ്കില്ലിനെ കുറിച്ചാണ്. ഈ സ്കിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ്, എന്തുമാത്രമാണ് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡോക്ടർ ബിജു ധർമ്മപാലൻ സാർ, സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ഓൾസോ എ കോളംനിസ്റ്റ്. ആൻഡ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഒരുപാട് മേഖലയിൽ സാറ് പ്രാവീണ്യം നൽകിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നാഷണൽ അവാർഡി 2022 ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് എഫേർട്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ആണ് സാർ ഇപ്പം ഉള്ളത് ആക്ച്വലി. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് വിശേഷങ്ങൾ സാറിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സാറിൻ്റെ ഒരു ലൈഫ് ഇപ്പം എങ്ങനെയാണ്? തിരക്ക് പിടിച്ച ജീവിതമാണ്. അതിനെക്കുറിച്ച് ഒന്ന് സാറിൻ്റെ ഒരു ലൈഫ് അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉയരെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു യുവർ പ്രോഗ്രാം. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് അറിയാമായിരിക്കും, കർണാടക സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ദാറ്റ് ബ്രിങ് ഔട്ട് ഇന്നൊവേഷൻ ഇൻ എഡ്യൂക്കേഷൻ. അവിടെ ഇപ്പം ഡീൻ അക്കാഡമിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രൊഫൈല്. അത് കൂടാതെ ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ പാഷൻ. അത് എന്താ ട്രെയിൻ ചെയ്തെടുത്തതോ അല്ലെങ്കിൽ എന്ത് പറയേണ്ടത്, ഇപ്പം നിങ്ങളൊക്കെ ലിറ്ററേച്ചർ പഠിച്ച് ഇതിലോട്ട് വന്നതാണ്. ഞാൻ ലിറ്ററേച്ചർ പഠിച്ച വ്യക്തിയല്ല. മേ ബി എൻ്റെ കോളേജിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കുറവായിരിക്കാം. അപ്പം ലിറ്ററേച്ചറിൻ്റെ ഒരാളല്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. അതിൻ്റെ കൂടെ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എൻ്റെ ഒരു സുഹൃത്താണ് ആദ്യം എന്നോട് എന്താണ് നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമയിൽ മമ്മൂട്ടി പറയുമല്ലോ ശ്രീനിവാസനെ കുറിച്ച് പറയുന്ന പോലെ എന്നിലെ കലാകാരനെ ആദ്യം തിരിച്ചറിഞ്ഞു. അതേപോലെ എനിക്കും ഇതേപോലെ എഴുതാൻ കഴിവുണ്ട്, അത് എഴുതണം എന്നെ നിർബന്ധിച്ചത് അന്ന് എൻ്റെ കൂടെ മാറിവേനസ് കോളേജ് ട്രിവാൻഡ്രത്ത് പഠിച്ചിരുന്ന എക്കണോമിക്സിൽ പഠിച്ചിരുന്ന കോശി സാമുൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ആ സമയത്ത് ഹിന്ദു മെട്രോ പ്ലസിൽ കോളം ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു, നിനക്കും ഇതൊക്കെ ചെയ്യാം, നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴി കിടന്ന് എന്നെ പിടിച്ച് വലിച്ച് കൊണ്ട് അവൻ്റെ കൂടെ ഒരു ആർട്ടിക്കിൾ ആദ്യം ജോയിൻ്റ് ആയിട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പത്രത്തിൻ്റെ പേരിൽ പ്രിൻ്റ് അടിച്ച് എൻ്റെ പേര് കാണുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് 99 2000 പീരീഡിലാണ് ഹിന്ദു മെട്രോ പ്ലസിൽ. അവിടെ നിന്ന് തുടങ്ങി എഴുത്ത്. അപ്പോഴത്തേക്ക് പിന്നെ അവൻ്റെ ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജേർണൽസിൽ എഴുതാൻ തുടങ്ങി. അപ്പം ഒരു MSc സ്റ്റുഡൻറ്റ് ജേർണലിൽ എഴുതുന്നത് ടീച്ചേഴ്സിന് സൂഹിക്കുന്ന കാര്യമില്ല. അതിപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും ഉള്ളൊരു പ്രശ്നം. സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ ടീച്ചേഴ്സ്, ഒരു സന്മനസ് കാണിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. പലരും ഇപ്പോഴും ഈ പറയുന്ന പെരുന്തച്ചൻ നയമുള്ള ടീച്ചേഴ്സാണ് മെജോറിറ്റിയും നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അത് കേരളം മാത്രമല്ല, പുറത്തും അങ്ങനെ ഉണ്ടാവാം. പക്ഷേ എൻ്റെ ലൈഫിൽ അത് ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു ടീച്ചർ ഞങ്ങളെ ഞാൻ MSc ചെയ്യുമ്പം റിസർച്ചൊക്കെ നടക്കുന്ന നല്ലൊരു കോളേജിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പലപ്പോഴും പറയും, ഈ റിസർച്ച് പേപ്പറൊക്കെ എഴുതണമെങ്കിൽ PhD-കാർക്കേ പറ്റും. അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് കോശി എന്നോട് ചോദിച്ചു, നമുക്ക് എഴുതിക്കൂടെ, നീ എഴുത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ബിജു D എന്നായിരുന്നു. ഞാൻ ആദ്യത്തെ എൻ്റെ ഹിന്ദുവിലെ ആർട്ടിക്കിളിലും ബിജു D ആണ്. അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് എഴുതി അയച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് MSc-ക്ക് പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കറണ്ട് സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ജേർണലാണ്. എനിക്കൊന്നും അറിയില്ല. I don't know how to write for a journal. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ആ ജേർണലിലേക്ക് അയച്ചു വിട്ടു. Then it got accepted in the commentary session. അത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോഴും എനിക്കതറിയില്ല ഇത് വലിയൊരു സംഭവമാണെന്ന്. ഞാനത് മിണ്ടാതെ ലോ പ്രൊഫൈലായിട്ടിരുന്നു. ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സ്ഥിരം ഈ കറണ്ട് സയൻസിലേക്ക്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സയൻസിൽ നടക്കുന്ന ചില ഇഷ്യൂസോ അല്ലെങ്കിൽ ആ ജേർണലിൽ വരുന്ന ആർട്ടിക്കിൾസിനെയും ബേസ് ചെയ്ത് അങ്ങനെ ഒരു ഹരം തോന്നി ഇങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോൺഫറൻസിന് പോകുമ്പോൾ
എൻ്റെ പേരിൽ ബിജു ധർമ്മപാലൻ എന്ന് കണ്ടിട്ട് 1-2 റിസർച്ച് സ്കോളർ സ്റ്റുഡൻസ് എൻ്റെ അടുത്തോട്ട് ഓടി വന്നു. ഓക്കെ, സാറാണോ കറണ്ട് സയൻസിൽ എഴുതുന്ന ഇന്ന വ്യക്തി? ഞാൻ പറഞ്ഞു അതെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതുന്ന ഈ പൊട്ടത്തരമൊക്കെ വായിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതും. അത് ഹിസ് നെയിം ഈസ് ഡോക്ടർ മാർട്ടിൻ. ഇപ്പം SB കോളേജ് ചങ്ങനാശ്ശേരിയിലെ സുവോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് എൻ്റെ സുഹൃത്ത്. ഇങ്ങനെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത്. അപ്പം ഞാൻ എഴുതുന്നത് വായിക്കാൻ ആളുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയപ്പം ഇറ്റ് ബിക്കെയിം മോർ ഓക്കെ ഇനി എഴുതണം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ അത് ചെയ്യാനുള്ള ബാധ്യതയും വന്നു. കാരണം പലരും എന്നെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ അതങ്ങനെ കറണ്ട് സയൻസിൽ കുറേ കാലം കണ്ടിന്യൂ ചെയ്തു. പിന്നെ പതുക്കെ സയൻസ് മാഗസൈൻസിലോട്ട് ഇറങ്ങി. ഇറ്റ്സ് എ സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്. അത് കഴിഞ്ഞ് പതുക്കെ അതിനിടയിൽ ഞാൻ ഡൽഹിയിൽ ഒരു അസൈൻമെൻറ്റ് കിട്ടി. 3 year ഡൽഹിയിലായിരുന്നു. സോ അറ്റ് ദാറ്റ് ടൈം ഐ ഗോട്ട് കണക്റ്റഡ് വിത്ത് വേരിയസ് മീഡിയ ഹൗസസ്. അങ്ങനെ സ്റ്റേറ്റ്സ്മാനും ടെലഗ്രാഫും പൈനിയറിലൊക്കെ സ്ഥിരം എഴുതാൻ തുടങ്ങി. അപ്പോഴും ഹിന്ദുവിൽ ഒരു മേജർ കോളം ചെയ്യണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് മേജർ എഡിഷനിൽ അത് കഴിഞ്ഞു. പിന്നെ ചാൻസ് കിട്ടി, 2-3 അതിലും എഴുതി. അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ന്യൂഡൽഹിയിലെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പോളിസി റിസർച്ചിൽ സയൻസ് കമ്മ്യൂണിക്കേഷൻ PhD നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ബിജു സാറ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സാറ് അറിഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി സാറിനോട് ചോദിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇന്ന് സാറിനോട് ചോദിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ്. ഇപ്പം സാറ് പറഞ്ഞു, ഇപ്പം ഒരു കുട്ടി സ്പൂൺ ഫീഡിങ് പോലെ ടീച്ചേഴ്സ് കൊടുക്കുന്ന നോട്ട്സിലൂടെ അല്ലാണ്ട് ഡെവലപ്പ് ചെയ്യുന്ന നോളജിലാണ് അത് ഏറ്റവും ബെനഫിഷ്യൽ ആയി മാറുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഒരു വ്യക്തിക്ക് അതുപോലെ തന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കിൽസ് വേണം. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കിൽസാണ് ഈ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് വേണോ? കാരണം ഇപ്പോൾ ChatGPT ഉണ്ടല്ലോ, എന്തിനും ഉത്തരം പറയാനായിട്ട് ഇപ്പോൾ ChatGPT ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പം ഓട്ടോ കറക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓക്കെ ഇപ്പം കുഞ്ഞു ആൻസേഴ്സ് ആയിട്ട് മതി. ഇപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് നമുക്ക് അറിയാതെ വരുന്നുണ്ട്. സോ എന്താണ് റൈറ്റിംഗ് സ്കിൽസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത്, അതുപോലെ തന്നെ ഇനി വരും കാലത്ത് എന്തുമാത്രമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ഉയരയിലൂടെ നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മുടെ ഒരു ചിറകിനെ മിനക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ആൻഡ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, സയൻസ് റൈറ്റർ ആണ്, ന്യൂസ് പേപ്പർ കോളംനിസ്റ്റ് ആണ്, അതും ഹിന്ദു പത്രത്തിൽ. അപ്പോൾ എന്തായാലും സാറിൻ്റെ ജീവചരിത്രമൊക്കെ നമ്മളൊന്ന് കേട്ടു, സാറിൻ്റെ ഇതുവരെയുള്ള ലൈഫ് അപ്ഡേറ്റ് ഒക്കെ കേട്ടു. അപ്പോൾ സാർ നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത് റൈറ്റിംഗ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് റൈറ്റിംഗ് സ്കില്ല് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റൈറ്റിംഗ് സ്കില്ല് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇപ്പം എന്താ പറയുക, റൈറ്റിംഗ് ഇപ്പം വെറുതെ നമ്മളൊരു പടം വരച്ചിട്ട് അത് വേറൊരാൾക്ക് മനസ്സിലാവുമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് റൈറ്റിംഗ് സ്കില്ല് കുട്ടിയെ കൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പേന വെച്ച് പിടിച്ചെഴുതുന്നതാണ് റൈറ്റിംഗ് സ്കിൽ എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ പണ്ട് പെൻസിലായിരുന്നു, ഇപ്പം അല്ല അതിനു മുമ്പേ സ്ലേറ്റ് ഉണ്ടായിരുന്നു. സ്ലേറ്റ് ആയിരുന്നു. നമ്മൾ സ്ലേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പെൻസിലായി, പിന്നെ നമ്മൾ ഫൗണ്ടൻ പെൻ യൂസ് ചെയ്തൊരു കാലം. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഫൗണ്ടൻ പെന്നിൽ തന്നെ SSLC പരീക്ഷ എഴുതണം, മഷീൻ കൊണ്ടുപോകണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ബോൾ പെന്നായി. എനിക്ക് തോന്നുന്നു ഇനി ഫ്യൂച്ചറിൽ ഈ പേന യൂസ് ചെയ്യില്ല, ഡിജിറ്റൽ എന്താണ് സ്റ്റൈലസ് അല്ലേ, സ്റ്റൈലസ് വെച്ച് എഴുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിലും വേറെ ട്രാൻസ്ഫോർമേഷൻ വരുമെന്നറിയില്ല. പക്ഷെ ഇവിടെ എല്ലാം വരുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം എന്താണ്, നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, പിന്നെ ഒരു അഡാപ്റ്റബിലിറ്റി വേണം. അപ്പം ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ എപ്പോഴും റൈറ്റിങ്ങും റീഡിങ്ങും കോറിലേറ്റഡ് ആണ്. അപ്പോൾ കുട്ടികളിപ്പം നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, കുറേ നമ്മൾ ക്രയോൺസ് വാങ്ങിച്ചു കൊടുത്താൽ അവരിങ്ങനെ വരച്ചിടും. അപ്പോൾ ശരിക്കുള്ള നല്ല സൈക്കോളജിസ്റ്റ് പറയുന്നത് പിള്ളേരങ്ങനെ വരയ്ക്കണമെന്നാണ്. ഇപ്പോൾ മോഡേൺ ചില അച്ഛനമ്മമാരൊക്കെ ചുമര് ചിത്തയാവും, ബുക്ക് ചിത്തയാവും, കുട്ടി കൾച്ചേർഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. പക്ഷെ അത് റോങ് വേ ആണ്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ എപ്പോഴും കാണിക്കുന്ന ആ വരകൾക്ക് ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മേജർ പാർട്ടുണ്ട്.
അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇനി ഈ കാലഘട്ടത്തിൽ എങ്ങനെയെന്നുള്ളത്, ഈ കാലഘട്ടത്തിൽ ഒരു ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് എഴുതുമായിരുന്നു. ഇപ്പം ഈ ചിന്ത എന്ന് പറയുന്ന സാധനം എടുത്തിരിക്കുന്നത് ChatGPT ആണ് അല്ലേ. ഇപ്പം നിങ്ങളൊരു ലീവ് ലെറ്റർ എഴുതണമെങ്കിലും ChatGPT യൂസ് ചെയ്യും. പക്ഷെ അതിനകത്ത് അഡ്വാൻറ്റേജ് ഉണ്ട്. പണ്ടൊരു ലീവ് ലെറ്റർ ഒരു സ്റ്റുഡൻറ്റ് എഴുതിക്കൊണ്ട് വരുമ്പോൾ അതിനകത്ത് 100 മിസ്റ്റേക്സ് ആയിരിക്കും. ഇപ്പം അത് റിഫൈൻഡായി ടീച്ചറിനേക്കാളും നന്നായിട്ട് എഴുതുന്ന ലീവ് ലെറ്റേഴ്സാണ് കുട്ടികൾ കൊണ്ടുവരുന്നത്. പക്ഷെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾക്ക് അവിടെ സ്ട്രക്ക് ആവുകയാണ്. അതായത് അവരുടെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് നടക്കുന്നില്ല ഈ AI കാരണം. അപ്പോൾ അതൊരു ദോഷമാണ്. നമ്മുടെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഈ ഫോക്കസ്. ഇപ്പോൾ നമ്മൾ പേന വെച്ച് എഴുതുമ്പം നമ്മൾ ചിന്തിക്കണം, കുറേ നേരം ഇരുന്ന് ചിന്തിച്ചാലേ എന്തെങ്കിലും വരുള്ളൂ, അല്ലെങ്കിൽ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് വരും പലപ്പോഴും. ഇതൊന്നും ഈ ChatGPT ഇല്ല. നമുക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നു, കൊടുക്കുന്നു, നമ്മൾ ഈ 2 ദിവസം ഇരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ 1 സെക്കൻഡ് കൊണ്ട് വരും. ഇപ്പം നോവലൊക്കെ എഴുതാൻ എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് ഇത്രയും ആൾക്കാർ പാടുപെടേണ്ട ആവശ്യമുണ്ടോയെന്ന്. ChatGPTയുടെ അടുത്ത് കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ അത് തരുന്നുണ്ട്. പക്ഷെ അത് കുട്ടികളുടെ ലൈഫിൽ അതിനോടൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗ്രാമർലി നമ്മളിപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ലീവ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് അത് കറക്റ്റാണ്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും ഈ ഗ്രാമർലിയിലെ റെഡ് ലൈൻ ഉണ്ടെങ്കിൽ അവിടെ കയറി ക്ലിക്ക് ചെയ്ത് നമ്മളതിനെ തെറ്റിക്കും. ഇപ്പോൾ ബ്ലൈൻഡ്ലി വി ആർ ഫോളോയിങ് ഗ്രാമർലിയോ അല്ലെങ്കിൽ ഈ പറയുന്ന AI ടൂൾസിനെ നമ്മൾ ബിലീവ് ചെയ്യുന്നു. അത് ഭയങ്കര അപകടമാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതിനകത്തൊരു ഞാൻ കാണുന്ന ഇതും കൂടെ ഉണ്ട്. ഈ ChatGPT പോലെയുള്ള ബോട്ട്സ് നാളെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ട്രൈക്കിന് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന, എനിക്ക് തോന്നുന്നു 99% പ്രസൻറ്റ് ജനറേഷൻ സ്റ്റുഡൻസ്, മേ ബി എൻ്റെ കാലഘട്ടത്തിലുള്ളവരൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതും. ഈ ജനറേഷനിലെ കുട്ടികൾ അവർ വെള്ളം കുടിച്ചു സ്ട്രക്കാവും. അപ്പം അല്ല, അവർക്ക് എങ്ങനെ എഴുതും? ആദ്യം പേന പിടിക്കാൻ അറിയണം, അതൊരു പ്രശ്നമാണ്. പോട്ടെ, ഇനി ടൈപ്പ് ചെയ്യാനാണെങ്കിലും അതും അറിയണ്ടേ, അതും വരുന്നില്ല. ഇപ്പോൾ ഈ റൈറ്റിംഗ് സ്കില്ലെന്ന് പറയുമ്പോൾ ടൈപ്പിംഗ് ഞാനൊരു റൈറ്റിംഗ് സ്കില്ലായിട്ട് കാണും ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ChatGPT യൂസ് ചെയ്ത് ബ്ലൈൻഡായിട്ട് യൂസ് ചെയ്യുന്നത് ആ റൈറ്റിംഗ് സ്കില്ലിനെ അഫക്റ്റ് ചെയ്യും. അതിനുള്ള മെഷേഴ്സ് ശരിക്കും ടീച്ചേഴ്സ് എടുക്കണം, പിള്ളേരെടുക്കണം, ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, റൈറ്റിംഗ് സ്കില്ലിൻ്റെ ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഒരാളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് ഈ റൈറ്റിംഗ് സ്കില്ല് എങ്ങനെ പൊരുതുന്നു എന്നുള്ളൊരു കാര്യം സാർ ഇപ്പോൾ പറഞ്ഞു. എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ റൈറ്റിംഗ് സ്കില്ല് ഒരു ഇൻഡിവിജ്വലിന് എന്തുകൊണ്ടാണ് വേണം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, എഡ്യൂക്കേഷനിസ്റ്റ്, സയൻസ് റൈറ്റർ, ന്യൂസ് പേപ്പർ കോളംനിസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ. സാർ, നമ്മൾ ഇന്ന് റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് റൈറ്റിംഗ് സ്കിൽസിൻ്റെ ആ ഒരു റോള് എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടു. പക്ഷേ നമ്മുടെ ഒരു സംശയം വരുന്നത്, ഒരു ഇൻഡിവിജ്വലിനെ എന്തുകൊണ്ടാണ് റൈറ്റിംഗ് സ്കില്ല് വേണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളത് പറഞ്ഞു. സോ എന്തിനാണ് നമുക്കത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്യാവശ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടത് വേണം എന്ന് പറയുന്നു? അല്ല, ഇപ്പോൾ സ്കില്ല് ഇപ്പം ഞാൻ ഇപ്പോൾ കടയിൽ ജോലിക്ക് വെക്കുന്നവരൊക്കെ സ്കില്ല് വേണമെന്ന് വെച്ചാൽ വേണ്ട. ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഫഷൻ ഓൾസോ. ഓക്കെ. ഇനി പണ്ടത്തെ കാലത്ത് റൈറ്റിംഗ് സ്കിൽ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് എവിടെയാണ്? പ്രണയലേഖനങ്ങൾ എഴുതാനല്ലേ. അതൊരു നല്ല സ്കില്ലായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലവ് ലെറ്റേഴ്സ് എന്നുള്ളത്. ഇപ്പം എല്ലാം വാട്സാപ്പിലായി, റൈറ്റ്? അപ്പോൾ ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ഞാൻ മാർവിയൻസ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ഒരു തമാശയാണ്. ഈ മാർവിയൻസ് കോളേജിലെ ചേട്ടന്മാർക്ക് ലവ് ലെറ്റർ എഴുതി കൊടുക്കുന്നത് അതിൻ്റെ തൊട്ട് അതേ ക്യാമ്പസിലുള്ള സർവോദയ സ്കൂളിലെ കൊച്ച് അനിയന്മാരാണ്. ഈ കലാപരിപാടി ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പം മാർവിയൻസിൽ ഞാൻ കുറച്ച് കാലം ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഈ വൈകിട്ട് ബസ് സ്റ്റോപ്പിലേക്കും ഈ കലാപരിപാടി കാണും. പകരം ഈ അനിയന്മാർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം. സോ അവർ ഭയങ്കര ഡിമാൻഡ് ചെയ്യും, ചേട്ടാ ഞാൻ ഇന്നലെ അയച്ചു, ഇന്നലെ തന്നതിൻ്റെ തന്നില്ല. അപ്പോൾ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ സ്കില്ല് കൂടുതലാണ്. അതും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല സ്കിൽസും നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് നല്ല സ്കിൽസും നമ്മൾ പല ക്വാളിറ്റീസും ഉണ്ട്. അത് ക്യാമ്പസുകളിൽ എത്തുമ്പോൾ അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ക്യാമ്പസുകളുടെ പ്രോബ്ലം ആണോ അതോ
എന്താണ് സിസ്റ്റം ആണോ എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. 10th സ്റ്റാൻഡേർഡിലെ ഇപ്പം ഒരു 10th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ആ കുട്ടിയെ കൊണ്ട് സിവിൽ സർവീസ് എക്സാം എഴുതി കഴിഞ്ഞാൽ അവൻ 100% ക്വാളിഫൈ ആവും. അത്രയ്ക്ക് നോളജ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 വർഷം 5 വർഷം ക്യാമ്പസുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ നോളജ് താഴോട്ട് വരുന്നു. അപ്പം ആ സിസ്റ്റത്തിൽ ദർ ഈസ് ആൻ ഇഷ്യൂ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, അത് ഞാൻ പറയും പ്രൊഫഷൻ അനുസരിച്ചിട്ടാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ചില ജോലികൾ ചെയ്യുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ട. പക്ഷേ ആവറേജ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ലീവ് ലെറ്റർ എഴുതാനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടത്താനോ, ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോകണം, പഞ്ചായത്ത് ഓഫീസിൽ റിക്വസ്റ്റ് കൊടുക്കണം, അവിടെ എല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഡസൻ മീൻ ഇറ്റ് ഈസ് റൈറ്റിംഗ് നോവൽ ഓർ സ്റ്റോറി ഓർ ആർട്ടിക്കിൾസ്. ഇവിടെ എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പം ഈ സ്കില്ല് ആവശ്യമാണ്. കാരണം നമ്മളിപ്പം ഒരു ഡിഗ്രി എടുത്തിട്ടൊരു സ്റ്റുഡൻറ്റ് ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ അപ്പുറത്തുള്ള അമ്മച്ചി പറയണം, മോനെ ഒരു ലെറ്റർ എഴുത്താന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതും എന്ന് ആലോചിച്ചാൽ ആ അമ്മച്ചി വിചാരിക്കും ഓക്കെ ഞാനാണ് ഭേദം. അപ്പം അതെപ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പം അത് സ്കില്ല് ആ ഒരു ഇതിൽ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ പറഞ്ഞ ക്രിയേറ്റീവ് സ്കിൽസിലാണ് ഇപ്പം പലപ്പോഴും നമ്മൾ ഈ ഫോക്കസ് വരുന്നത്. ക്രിയേറ്റിവിറ്റിയെ പലപ്പോഴും എഫക്റ്റ് ചെയ്യുന്നുണ്ട് AI ടൂൾസ്. സോ നമ്മൾ ഇന്ന് ഉയരയിലൂടെ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് കേട്ടറിയണം. സാറിന്റെ ഓരോ വാക്കുകളിലൂടെ നമുക്ക് ഓരോ ഇൻസൈറ്റ്സ് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അതൊക്കെ കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ഇപ്പം സാർ പറഞ്ഞു ഈ ഒരു റൈറ്റിംഗ് സ്കില്ലിന്റെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ സെൽഫായിട്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചില പ്രൊഫഷനാണ് അത് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പം ഇനിയിപ്പം ഏതൊക്കെ പ്രൊഫഷനാണ്? ഇപ്പം ഒരുപാട് പ്രൊഫഷൻസ് ഇപ്പം വരുന്നുണ്ട്. അപ്കമിങ് ട്രെൻഡിങ് പ്രൊഫഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ വരാനായിട്ട് പോകുന്നത്. ഇപ്പം മെഷീൻ ലേണിംഗ് ഒക്കെ ഇപ്പം കറന്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഡേറ്റ സയന്റിസ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന, ഇനിയിപ്പോൾ ഭാവി തലമുറ ഇനിയിപ്പോൾ നോക്കി കാണുന്ന ഒരു പ്രൊഫഷനാണ് ഇതൊക്കെ. അപ്പം ഇത്തരം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ നമ്മുടെ സമൂഹത്തിൽ. അപ്പം അതിനകത്ത് ഈ റൈറ്റിംഗ് സ്കില്ല് എത്രമാത്രമാണ് ഒരാളെ സഹായിക്കാനായിട്ട് സാധ്യതയുള്ളത്? ഇപ്പം സാർ ഒരു അധ്യാപകനാണ്. സാർ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇനി ഇൻ ഫ്യൂച്ചറിൽ ഇപ്പം എല്ലാവരും പഠിക്കുന്നത്, തയ്യാറാവുന്നത് നാളെ നല്ലൊരു ജോലി, ഒരു ഭദ്രമായുള്ളൊരു ജോലി കിട്ടുക എന്നുള്ളൊരു ഗോളിനോട് കൂടെ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് റൈറ്റിംഗ് സ്കില്ല് ജോലി കിട്ടാനായിട്ട് ഏറ്റവും ഈസി ആവുന്നത് ഇൻ ഫ്യൂച്ചർ ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ? AI വർക്ക് ചെയ്യുകയാണെങ്കിലും AIയുടെ ബാക്ക് എൻഡിൽ നമ്മൾ കുറെ ഫീഡേഴ്സ് കൊടുക്കുന്നുണ്ടല്ലേ, നമ്മളവിടെ കോഡിങ് എല്ലാം വേണമല്ലോ. അത് എഴുതാൻ ഒരു കഴിവ് വേണം. ഇപ്പൊ കോഡിങ് ഇസ് ഓൾസോ ലാംഗ്വേജ്. അപ്പം ആ കോഡ് എഴുതാനും സ്കില്ല് വേണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലായി പല IT കമ്പനികളിലും പല ആയിരക്കണക്കിന് ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. അപ്പൊ AI വന്നപ്പോഴത്തേക്കും ഒരു മിഡിൽ ലെവൽ ജോബ്സ്, ലോവർ ആൻഡ് മിഡിൽ ലെവൽ ജോബ്സ് കംപ്ലീറ്റ് പോവും. അതിനി കാണില്ല. അപ്പോൾ ഇതൊരു സീരിയസ് ഇഷ്യൂ വരികയാണ്. പക്ഷേ അതിൻ്റെ ഡൈവേർഷൻ നടക്കും. അപ്പോൾ ഈ കുട്ടികൾ ഈസി ആയിട്ട് എന്താണ്, ഓക്കെ ഞാൻ IT പഠിച്ചു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിച്ചു, നാളെ ഞാൻ പെട്ടെന്ന് ജോലിക്ക് കയറാം, ആ ഒരു ക്ലാസ് ഓഫ് ആൾക്കാർക്ക് ജോലി ഇനി കിട്ടാൻ സാധ്യത ഇല്ല. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണ്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, പല ഐഡിയാസും ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അവർക്ക് AI വന്നാലും അതിൻ്റെ ഡൈവേർഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ പുതിയ അവന്യൂസ് കണ്ടെത്താൻ പറ്റും. അവർ ഡെവലപ്പാവും. ഇപ്പോൾ ഒരു ജോലി പോകുമ്പോഴത്തേക്കും വേറെ ആയിരക്കണക്കിന് ജോലി AIയുടെ ഇതിലും വരും. പക്ഷെ നമ്മൾ ഈ ഷോർട്ട് കട്ട് കണ്ടുകൊണ്ടിരുന്ന കുട്ടികളെയും വ്യക്തികളെയുമാണ് ഈ AI കാരണം ജോബ് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹൈ ലെവലിൽ ഇപ്പം ഈ പറയുന്ന ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നം വരില്ല. കാരണം ദേ നോ ദ ഫണ്ടമെൻ്റൽസ് ക്ലിയർലി. എപ്പോഴും കുട്ടികൾ വിചാരിക്കും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാവട്ടെ, സയൻസ് ആവട്ടെ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ സാംസങ്ങിൻ്റെ ഒരു സീഡ് ലാബുണ്ട്. അവിടെ ഞങ്ങളുടെ ഇംഗ്ലീഷ് സ്റ്റുഡൻസാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനി സാംസങ് നടത്തുന്നതാണ്. കുട്ടികൾക്ക് 30,000+ സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ. അവരുടെ സർട്ടിഫിക്കേഷനും കിട്ടുന്നു. അപ്പം അവർ ലാംഗ്വേജ് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. ദേ വാണ്ട് ഇംഗ്ലീഷ്, കന്നഡ, മലയാളം ലാംഗ്വേജ് സ്റ്റുഡൻസ്. പക്ഷേ ആ ലാംഗ്വേജ് സ്റ്റുഡൻസിനും ലാംഗ്വേജ് നന്നായിട്ട് അറിയണ്ടേ. അപ്പം IT ഫീൽഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ അവന്യൂസ് ഉണ്ട്.
ആ അവന്യൂസ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു പ്രശ്നം എപ്പോഴും ഉള്ളത് ഒരു സ്ട്രെയിറ്റ് തിങ്കിങ് ആണ്. നിങ്ങൾ എന്താണ് BSc എടുക്കുന്നു, അല്ലെങ്കിൽ MSc എടുക്കുന്നു, അല്ലെങ്കിൽ BA എടുക്കുന്നു, MA എടുക്കുന്നു, B.Ed എടുക്കുന്നു, സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ LDC ആവുന്നു. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ജീവിതം തീർന്നു. ആ ഒരു കൺസെപ്റ്റാണ് ഒരു ആവറേജ് മലയാളിയുടെ മൈൻഡ് സെറ്റ്. ബാക്കി എത്ര ജോബുണ്ട്, എത്രയും ഇപ്പോൾ ഇന്ത്യയിലുള്ള പോലെ ഓപ്പർച്യൂണിറ്റീസ് വേറെ ഒരു രാജ്യത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഹൈലി പെയ്ഡ് സാലറി വേറെ ഒരിടത്തുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ചില നോട്ടിഫിക്കേഷൻസ് കണ്ടാലേ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് 1 lakh സാലറി ഉണ്ട് പ്രോജക്ട്സിൽ. പക്ഷെ നമ്മുടെ കുട്ടികൾ അതൊന്നും എടുക്കുന്നില്ല, അതൊന്നും ട്രൈ ചെയ്യുന്നില്ല. അവർ പറയുന്നത് കോൺട്രാക്റ്റാണ്. പക്ഷെ അതിനേക്കാളും താഴ്ന്ന സാലറിയിൽ വീടിനടുത്ത് ഏതെങ്കിലും ചെറിയ പ്രൈവറ്റ് ഫേംസിൽ വർക്ക് ചെയ്യാൻ അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ അവന്യൂസ് നമ്മൾ ടാപ്പ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊരു ഡയറക്ഷൻ ഇല്ലായ്മയുണ്ട്, എസ്പെഷ്യലി അത് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അത് കാരണമാണോ പിള്ളേരെല്ലാം ഈ പുറത്ത് പോകുന്നത്? എല്ലാവർക്കും യൂറോപ്പിൽ പോകണമെന്നാണല്ലോ സ്വപ്നം. ഈ യൂറോപ്പിൽ പോയിട്ട് ചെയ്യുന്ന തമാശയും ഭയങ്കരമാണ്. ഈ റൈറ്റിംഗ് സ്കില്ല് പറഞ്ഞ പോലെ അവരുടെ എക്സാമും അവരുടെ അസൈൻമെൻറ്റും എല്ലാം ഓൺലൈനാണ്. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. പക്ഷെ അത് ആരെഴുതുന്നു എന്നുള്ളത് അവർ നോക്കുന്നില്ല. ഇവിടുന്ന് പോകുന്ന പല കുട്ടികളും, ഇപ്പം എൻ്റെ ചില സുഹൃത്തുക്കൾ ഈ റൈറ്റിങ്ങിൻ്റെയൊക്കെ ഈ ഏജൻസിയൊക്കെ നടത്തുന്നവരുണ്ട് ഡൽഹിയിൽ. അവരുടെ അടുത്ത് ഈ അസൈൻമെൻറ്റ് വരും. ഓക്കെ. അപ്പോൾ ഇത് തമാശ എന്ന് പറഞ്ഞാൽ ഒരു അസൈൻമെൻറ്റ് വന്നപ്പോൾ ഞാൻ മുമ്പ് പഠിപ്പിച്ച ഒരു പയ്യൻ്റെ അസൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഇന്ന സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഫീൽഡാണല്ലോ. നോക്കിയപ്പം ഞാൻ പഠിപ്പിച്ച ഒരു പയ്യൻ അവൻ UK പോയിട്ട് വേറൊരു കോഴ്സ് പഠിക്കുന്നു. അവൻ്റെ അസൈൻമെൻറ്റ് ആ ഏജൻറ്റിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ പോയിട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇവരവിടെ പോയിട്ട് അവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. ബട്ട് ഓഫ് കോഴ്സ് അത് ജോലി കിട്ടുന്നുണ്ട്. എഴുതാൻ കഴിവുള്ളതുകൊണ്ട് ഈ ഏജൻസ് അവർ കാശ് വാങ്ങും, 20,000 50,000 ഒക്കെ വാങ്ങും. സോ ദർ ഇസ് എ ഡെവലപ്മെൻറ്റ്. അപ്പം ഞാനപ്പോൾ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചവർ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ടാപ്പ് ചെയ്യുക. കാരണം ഇപ്പം PhD എടുത്ത ആൾക്കാർ പലരും പറയും ജോലിയില്ല. ഇപ്പോൾ തീസിസ് ഒക്കെ ഇപ്പോൾ എഴുതി കൊടുക്കുന്ന ഒരു ബിസിനസ്സായി. അങ്ങനൊരു ജനറേഷനാണ് വരുന്നത്. ഇപ്പം പലരും PhD എടുക്കുമ്പം തീസിസ് എഴുതാൻ അറിയില്ല, പേപ്പർ എഴുതാൻ അറിയില്ല, പക്ഷേ ദേ ആർ സോ കോൾഡ് ഡോക്ടേഴ്സ്. ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു മറുവശം, ഈ മര്യാദയ്ക്ക് PhD എടുത്തവന് ഒരു തീസിസ് എഴുതി കൊടുത്താൽ 1 ലക്ഷം രൂപ കിട്ടും, 2 lakhs കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുമല്ലോ, നോളജ് ഈസ് പവർ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്ന പോലെ അതൊരിക്കലും വേസ്റ്റ് ആവില്ല മര്യാദയ്ക്ക് പഠിക്കുന്നവർക്ക്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ ഇതൊന്നും പ്രശ്നമല്ല. അപ്പം ഫോളോ ദ സിസ്റ്റം അല്ലേ? നമ്മുടെ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യുക. ഏത് കോഴ്സാണെങ്കിലും ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുക. ഇപ്പോൾ അതായത് കാണാതെ പഠിക്കുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പിള്ളേർക്ക് നെക്സ്റ്റ് ഡേ ചോദിച്ചാൽ അവർക്ക് അറിയില്ല അല്ലേ? റൂട്ട് ലേണിംഗ് ആണ്. അവർ കാണാതെ പഠിക്കുന്നു, കഴിഞ്ഞു. അതുകൊണ്ട് കാര്യമില്ല. കുറച്ച് അപ്ലൈ ചെയ്ത് അതിനെ ഡെപ്തിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം. ഇപ്പം ഇദ്ദേഹം ലിറ്ററേച്ചർ അല്ലേ, ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ലിറ്ററേച്ചറിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? ലിറ്ററേച്ചർ പഠിക്കുമ്പം ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ലിറ്ററേച്ചറാണ്. സയൻസിനകത്ത് ലിറ്ററേച്ചർ ആരെ വേണം? ഈ മാർക്കറ്റിങ്ങിൽ ബിസിനസ് ലിറ്ററേച്ചർ ആരെ വേണം? LIC പോലെയുള്ള അവിടുത്തെ എന്താണ് ബിസിനസ് റൈറ്റിങ്ങിന് നിങ്ങളെ വേണം. പക്ഷെ ഇതൊന്നും നമ്മുടെ കുട്ടികൾ പോകുന്നില്ല. അവിടെയാണ് ഈ പ്രോബ്ലം കിടക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റീസ് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ ഇത് നേരെ വേറൊരു വശമുണ്ട്. ഇപ്പം എൻ്റെ ജനറേഷനിൽ എന്നെ ഒന്നും പഠിപ്പിച്ചത് ടീച്ചേഴ്സ് അല്ല. ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വഴി ഇതൊക്കെ അറിയുന്നത്. എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടോ സുഹൃത്ത് ബന്ധങ്ങളില്ല, ഇങ്ങനെ നല്ല സുഹൃത്തുക്കളില്ല ഇങ്ങനെ പറഞ്ഞു തരാൻ. അത് എങ്ങനെയാണ് ആ ക്യാമ്പസും സുഹൃത്തും ഇതെല്ലാം ഇങ്ങനെ മാറിയതെന്നുള്ളത് അത് ചിന്തിക്കേണ്ട ഒരു വശമാണ് ക്യാമ്പസുകളിൽ നിന്ന്. സാറ് ഓരോ വാക്കുകളുടെ അവസാനം ഓരോ ഇൻസൈറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അത് ഓരോന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ഇനിയും ചോദിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ ടോപ്പിക് ഇനിയിപ്പം റൈറ്റിംഗ് സ്കിൽസ് ആയതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ, റൈറ്റിംഗ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് പറയുമ്പോൾ ആ കൊതിക്കുന്നവർക്ക് ഞാൻ ഇത്തവണ ഒരു സ്ട്രെസ് ഇട്ടെ. കാരണം സാറ് മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം അതാണ്. നമ്മൾ ഫണ്ടമെന്റൽസ് നമ്മൾ അറിയുക, അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മളത് പഠിച്ചെടുക്കുക.
നോളജ് ഈസ് പവർ. അതുകൊണ്ട് തന്നെ കൊതിക്കുന്ന ആളുകൾ അത് ശക്തമായിട്ട് പഠിക്കുക, അത് പിന്നീട് നമുക്ക് ബെനഫിഷ്യലായി മാറും എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നമ്മുടെ ബിജു സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ആൻഡ് സാറിനെ കുറിച്ച് പറയുമ്പം സാർ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, സയൻസ് റൈറ്റർ ആണ്, ന്യൂസ് പേപ്പർ കോളംനിസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ സാർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. സാർ അപ്പം നാഷണൽ അവാർഡ് വിന്നറാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ്. സാറിൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. സാറ് പഠിക്കാനായിട്ട് സാറ് തന്നെ തിരഞ്ഞെടുത്ത ഒരു വഴി എങ്ങനെയാണെന്നുള്ള സാറ് വ്യക്തമാക്കി. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് കൂട്ടരാണ്, അവരുടെ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറയുക. ആ ഒരു ട്രയാങ്കിളിൽ ഇമ്പോർട്ടൻ്റ് ആളുകളാണ്. അപ്പം നമ്മൾ റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റൈറ്റിംഗ് സ്കില്ല് കുട്ടിക്ക് വർദ്ധിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി നമ്മൾ കാണപ്പെടുന്നുണ്ട് ഇപ്പം പല സാഹചര്യങ്ങളിലും പല തലമുറകളായിട്ടും. അപ്പം എന്നാലും അതിന് ഈ വരുന്ന തലമുറയിലെ പാരൻസ് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടീച്ചേഴ്സ് എങ്ങനെ വേണം അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? രണ്ട് കാര്യങ്ങളാണ്. ഇന്നത്തെ കുട്ടികളെ ഇപ്പോഴത്തെ പാരൻസിനും ടീച്ചേഴ്സിനും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ഓക്കെ. കാരണം ഇപ്പം നിങ്ങൾ ഒരു 4-5 വയസ്സുള്ള കുട്ടിയുടെ അടുത്തൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിവേ എൻ്റെ കൺസെപ്റ്റിൽ എന്നേക്കാളും ആ കുട്ടിക്ക് 10 times നോളജാണ്. അതെങ്ങനെ കിട്ടുമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ചില കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പം അവർ ഈ സ്പേസ് ട്രാവലും ആസ്ട്രോണമിയും ഇതെല്ലാം അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഞാൻ അവരുടെ പാരൻസിനോട് ചോദിക്കും, നിങ്ങൾ ടീച്ചേഴ്സാണോ? അല്ല, ഇതെങ്ങനെ കിട്ടുന്നു? അപ്പം അത് അവൻ ബുക്സ് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ യൂട്യൂബ് കാണുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് പാരൻസിന് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുക. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ അതൊരു ഇൻഡിസ്പെൻസിബിൾ പാർട്ടായി മാറി. ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. കുട്ടികളെ അത് ജെനുവിനായിട്ട് എങ്ങനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് പാരൻസ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അത് നടക്കില്ല. ഇപ്പോൾ കൊച്ചു കുട്ടി കരയുമ്പോഴത്തേക്ക് അമ്മ കരയാതിരിക്കാൻ വേണ്ടി ഒരു റീൽ എടുത്ത് കൊടുക്കും, ആദ്യം കാണിക്കും, അവനതിൽ എൻജോയ് ചെയ്യും. അത് കഴിയുമ്പോൾ ഈ 3 വയസ്സുള്ള കുട്ടികളൊക്കെ റീല് കാണാൻ അവരതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം ആ സമയത്ത് ഒരു ആനിമൽസിൻ്റെ വീഡിയോയോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു ഡയറക്ഷനിലോട്ട് ആ കുട്ടി തിരിയാമായിരിക്കാം. അപ്പോൾ ഈ പാരൻസ് ചെയ്യേണ്ടത് അവർക്ക് വായിക്കാനുള്ള സാഹചര്യവും അവർക്കൊരു ഫ്രീഡവും കൊടുക്കുക. കാരണം ഇന്നത്തെ കുട്ടികളെ മനസ്സിലാക്കാൻ അവരെന്താണ് ജെൻ ആൽഫയാണ് അല്ലേ. അപ്പോൾ ഈ ജെൻ ആൽഫയെ ജെൻ ഇസഡ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മില്ലേനിയൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശമില്ല. ഇപ്പം ഡൽഹിയിലൊക്കെ എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോഴേ ദേ ആർ ക്ലിയർലി ഡിഫൈനിങ് 10 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഒരു 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് അങ്ങനെയുള്ള കുട്ടികളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. കേരളത്തിൽ കുറവാണ്, എന്നാലും ഉണ്ട്. അപ്പോൾ ആ ഒരു ജനറേഷനിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ആവശ്യമില്ലാതെ ഈ ടെൻഷൻ, കേരളത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ എൻജിനീയറിങ് എൻട്രൻസ്, ഈ 2 ജോലിയേ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം എന്താണ്, പല കുട്ടികളും മെഡിസിനും, എനിക്കറിയാം ഒരു ഡോക്ടർ MD എല്ലാം എടുത്തിട്ട് സിനിമ എടുത്തുകൊണ്ടിരിക്കുക ഇപ്പം. അപ്പോൾ ഞാൻ ആ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിതൊന്നും താല്പര്യമില്ലായിരുന്നു, എങ്ങനെയോ എൻട്രൻസ് എഴുതി കിട്ടി. അപ്പോൾ എൻ്റെ ബേസിക് ഇൻട്രസ്റ്റ് ഫിലിം ഫീൽഡാണ്. അപ്പം ചില കുട്ടികൾ അതുപോലെ ഇത് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്, MBBS എൻജിനീയറിംഗൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റി അതിനെ പ്രൊമോട്ട് ചെയ്യുക. പാരൻസ് വെറുതെ കണ്ണോടച്ചിരിക്കുക, വെറുതെ ആവശ്യമില്ലാതെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ലെറ്റ് ദം ഡു ഇറ്റ്, ദേ നോ ദെയർ പാത്ത്. അതിനുള്ളൊരു ഓപ്പൺനെസ് കൊടുത്താൽ മതി. ഇനിയിപ്പം ടീച്ചേഴ്സിന്റെ ഭാഗങ്ങളിലേക്ക് വരുവാണെങ്കിലേ, ഇപ്പം നമുക്കറിയാം സെക്കൻഡ് ഹോം എന്നാണ് നമ്മൾ സ്കൂൾ അറിയപ്പെടുന്നത്, പറയപ്പെടുന്നത്. സോ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും കുട്ടികളെ, ഇപ്പം അവരായിരിക്കും ഒട്ടുമിക്ക സമയങ്ങളും ഒന്നെങ്കിൽ പേരൻസ് ആയിരിക്കും അവരുടെ ടാലന്റ് ആദ്യം കാണുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും കാണുന്നത്. അപ്പം ടീച്ചേഴ്സിന് എങ്ങനെ ഇപ്പം ഈ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും, റൈറ്റിംഗ് സ്കില്ലായിക്കോട്ടെ, നമ്മൾ ഈ പറയുന്ന സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്? അത് നല്ല ടീച്ചേഴ്സിന് പറ്റും. ഈ പറയുന്നത് അതും ഈ ടീച്ചേഴ്സും എല്ലാവരും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അഗൈൻ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ സ്കൂളിൽ ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ദുർഗ ഹൈസ്കൂളിൽ പഠിക്കുമ്പം അവിടെ ഹൗസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പാവം മാഷന്മാരാണ്. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അവരൊക്കെ ഒരു പാവം ഗ്രാമീണ തലത്തിലുള്ള മാഷന്മാരാണ്. അവർ പറയും, നീ ഇതിൽ കയറി പങ്കെടുക്കുക, എല്ലാത്തിലും പുഷ് ചെയ്തിടും. എനിക്കറിയാം എനിക്ക് ഇതിനുള്ള കഴിവില്ല, പ്രസംഗിക്കുക, പോവുക. ഈ ഒരു പ്രൊമോഷൻ എവിടെയൊക്കെയോ എന്നെ ടച്ച് ചെയ്തു. അപ്പോൾ ഈ വർഷങ്ങളായിട്ട് essay റൈറ്റിംഗ് എഴുതുന്നു, ഇങ്ങനെ എഴുതി സ്കൂളിലൊക്കെ എഴുതിയിട്ട് എനിക്ക് തന്നെ അറിയാം എനിക്ക് എന്നോട് കഴിവില്ല. പക്ഷെ അവർക്ക് എന്നോട് ഭയങ്കര കോൺഫിഡൻസാണ്, നീ മിടുക്കണം, നീ ചെയ്.
പ്രൈസൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു പ്രൈസ് കിട്ടുന്നത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ അവിടെയും ഒരു HOD ഉണ്ടായിരുന്നു, പ്രൊഫസർ ഗംഗാദേവി ടീച്ചർ. ഭയങ്കര സ്റ്റുഡൻസിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും, ഇങ്ങനെ അത് ക്യാമ്പസുകളിൽ നിൽക്കരുത്, നിങ്ങൾ പുറത്ത് പോകണം, കോൺഫറൻസിന് പോകണം, എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു മാഡം ആയിരുന്നു. അപ്പോൾ മാഡം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കനകക്കുന്നിലൊരു ഈ നാഷണൽ സയൻസ് ഡേയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ചെന്ന് അറ്റൻഡ് ചെയ്യും, ബിജു അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ സയൻസ് ഡേ, ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തില്ല, അവിടെ കയറിയപ്പോൾ അവിടെ essay റൈറ്റിംഗ് കോമ്പറ്റീഷന് വിളിക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോൾ ഞാനും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് ഞാൻ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ ജൂനിയർ പിള്ളേരൊക്കെ അവരൊക്കെ റെഡി ആയിട്ടാണ് വന്നത്, ഞാൻ റെഡി ഒന്നും ആയിട്ടില്ലായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അന്ന് EK നയനാരായിരുന്നു മിനിസ്റ്റർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഫോട്ടോസ് ഒന്നും ഇല്ല. പിന്നെ നോക്കിയപ്പോൾ അതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സ് ആയിരുന്നു. ആദ്യമായിട്ട് അത് സ്റ്റേറ്റ് ലെവൽ essay റൈറ്റിംഗ് ആണ്, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്നത്. മുഖ്യമന്ത്രി തരുന്നു. എനിക്കും ഭയങ്കര അതിശയമായിരുന്നു. എനിക്കൊന്ന് പല്ലി വെച്ചോന്ന് പോലെ എനിക്ക് സംശയമാണ്. നടക്കാനിറങ്ങിയ വ്യക്തിയാണ് ഞാൻ അവിടെ കയറിയത്. അതേ ഡ്രസ്സിൽ ഞാൻ ഒരു ഇതുണ്ട്, ഒരു ട്രോഫി, അത് വീട്ടിലിപ്പോഴും ഇരിപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോഴും പ്രൂഫായിട്ട്. അപ്പം അങ്ങനെ സംഭവങ്ങൾ, ഇതെല്ലാം ടീച്ചേഴ്സ് എവിടെയൊക്കെയോ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. പക്ഷേ ചില ടീച്ചേഴ്സ് നെഗറ്റീവും കാണിക്കും. അവർ ഇങ്ങനെയാണ് അവിടെ എഴുതുന്നത്, ഇത് തെറ്റല്ലേ, ഇങ്ങനെ കുട്ടികളെ ഹറാസ് ചെയ്യുന്ന ടീച്ചേഴ്സുണ്ട്. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് എപ്പോഴും നല്ലതാണ്, ഇങ്ങനെയുള്ള എന്നെപ്പോലുള്ള സ്റ്റുഡൻസിന് നല്ലതാണ്. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിൻ്റെ വേറൊരു പ്രശ്നം വരുന്നത്, മെജോറിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് ആർ ഈഗോയിസ്റ്റിക്. അത് ടീച്ചിങ് പ്രൊഫഷൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു അത് ഈ BEd തലങ്ങളിൽ സിലബസിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. അപ്പം കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ടീച്ചേഴ്സുണ്ട്. ഇപ്പോൾ ഈ പുറത്ത് പഠിക്കുന്ന ചില കുട്ടികളുണ്ട് സ്കൂളിലൊക്കെ. അതിലൊരു കുട്ടി എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ്, സാർ ഇവിടെ കേരളത്തിലെ ടീച്ചേഴ്സ് ദേ ഡോണ്ട് റെസ്പെക്ട് സ്റ്റുഡൻസ്. 8ാം ക്ലാസ്സിലൊരു പയ്യൻ പറഞ്ഞതാണ്. എനിക്ക് അന്നത് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് പിന്നെ അത് മനസ്സിലായി. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോയി കഴിഞ്ഞാൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട് ആ കുട്ടിയുടെ അടുത്ത് മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ പറയുന്ന ടീച്ചേഴ്സ് വളരെ കുറവാണ്. അപ്പം ടീച്ചേഴ്സ് ഷുഡ് റെസ്പെക്ട് സ്റ്റുഡൻസ്. അത് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുന്നു, ദേ ഷുഡ് റെസ്പെക്ട് മോർ ആൻഡ് ദേ ഷുഡ് ലേൺ ഫ്രം സ്റ്റുഡൻസ്. അപ്പോൾ എനിക്കറിയാത്ത പല കാര്യങ്ങളും എൻ്റെ സ്റ്റുഡൻസിന് ഈ AI ടെക്നോളജിയിലും പല ടൂൾസും, ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പം എനിക്ക് ChatGPT അറിയാം. ഈ സ്കൂൾ പിള്ളേരുടെ അടുത്തേക്കും അവരെനിക്കൊരു 10-20 ലിസ്റ്റ് തരും. ആൻഡ് ഐ വാസ് വണ്ടറിങ് ഈ പിള്ളേർ ഇത് എങ്ങനെയാണ് ഇത് എടുക്കുന്നത്. പക്ഷേ സ്കൂളിൽ അത് പറഞ്ഞ പിള്ളേരെ ടീച്ചർ വഴക്ക് പറയും. അവിടെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ടീച്ചേഴ്സും പാരൻസും കുട്ടികൾക്ക് ഒന്നുകിൽ ഇവരതനുസരിച്ച് വളരുക, അല്ലെങ്കിൽ അവർ മിസ്ലീഡ് ചെയ്യിപ്പിക്കാതിരിക്കുക, മിസ്ഗൈഡ് ചെയ്യാതിരിക്കുക, കുട്ടികൾ താനെ വളരും. ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള പലതരം സ്കിൽസിനെ കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ചില കാര്യങ്ങൾ കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ, ഡീൻ അക്കാഡമിക്സ് അഫയേഴ്സ്, ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി, ബംഗളൂരു. സാർ, നമ്മൾ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചോദിച്ചറിയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ ടീച്ചേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സാറിനെ സംബന്ധിച്ച് ആരാണ് ഒരു ടീച്ചർ? ആരായിരിക്കണം ഒരു ടീച്ചർ? ഒരു ടീച്ചർ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുതെന്നാണ് അല്ലേ? എനിക്കൊന്ന് ബുദ്ധൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ശ്രീ ബുദ്ധൻ്റെ. അതായത് എന്താണ്, നിങ്ങൾ ഒരു കുട്ടിയെ ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുത്താൽ അത് ഒരു ജനറേഷനെ അല്ല നശിപ്പിക്കുന്നത്, വരും തലമുറയെല്ലാം നശിപ്പിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ കുട്ടികളും എല്ലാവരും ആദ്യം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നത് ടീച്ചേഴ്സിനെയാണ്. അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ പാടാണ്. അതിപ്പോൾ എൻ്റെ ലൈഫിലും ചില കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുമ്പോഴും അത് തന്നെ പറയും, പ്രൊനൗൺസ് ചെയ്യുമ്പോഴും അത് തന്നെ പറയും. പക്ഷെ എനിക്കറിയാം അത് തെറ്റാണ്. അങ്ങനത്തെ ഇഷ്യൂസ് വരും. ചില കൺസെപ്റ്റ്സ് പഠിപ്പിച്ചത് തെറ്റാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾ പറയാതിരിക്കുക. അതിന് കോമ്പിറ്റൻ്റ് ആണെങ്കിൽ മാത്രം അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനിപ്പം AI വെറുത്തിട്ട് കാര്യമില്ല. പിള്ളേർ കോപ്പി അടിക്കുന്നു. പണ്ടും കോപ്പി അടിച്ചില്ലേ? ഇപ്പം ആൾക്കാർ ഈ പറയുന്നുണ്ടല്ലോ, ഇപ്പം ഇടയ്ക്ക് ഈ
ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരു കുട്ടിയുടെ ഒരു കാര്യം ഒന്നുമില്ല എന്നൊരു ഭയങ്കര മീഡിയയിലൊക്കെ ഇട്ട് ട്രോളിയല്ലോ ഒരു ആൻസർ ഷീറ്റിന്റെ അല്ല ഒരു PhD തീസിന്റെ വാഴക്കുലയുടെ അത് ഞാൻ പലപ്പോഴും ഞാൻ ആലോചിച്ചു എന്തായിരിക്കും അവിടെ സംഭവിച്ചത്. എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്, ഐ ഡോണ്ട് നോ ദ റിയൽ ഫാക്ട്സ്. കാരണം കേരള യൂണിവേഴ്സിറ്റി പോലുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ PhD തീസിസ് പ്ലേജറിസം ചെക്കും എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് അതെല്ലാം ഗൈഡും ഒന്നും പറഞ്ഞില്ല. മോസ്റ്റ് പ്രോബബ്ലി ദ പ്രോബ്ലം വാസ് ദിസ് AI. യൂണിവേഴ്സിറ്റി പറയുന്നത് എന്താണ്, പ്ലേജറിസം പാടില്ലെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, AI ടൂൾസ് യൂസ് ചെയ്ത് പാരാഫ്രേസ് ചെയ്യും. ഈ പാരാഫ്രേസിങ് നടക്കുമ്പോഴത്തേക്ക് നോക്കിയാൽ അറിയാം പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല പുറത്ത് വരുന്നത്. അങ്ങനെയുള്ള മിസ്റ്റേക്ക് എന്നാണ് എൻ്റെ ഒരു 100% വിശ്വാസം. അപ്പോൾ വെറുതെ ആ കുട്ടി എല്ലാവരും കൂടെ ഇട്ട് തലയിൽ കയറി ട്രോളിയൊക്കെ ചെയ്തു. ഇത് നമ്മളിവിടുത്തെ ഇന്നത്തെ ജനറേഷനിലെ ഏത് തീസിസ് എടുത്ത് നോക്കിയാലും ഇതേപോലത്തെ പാരാഫ്രേസിങ് എറേഴ്സ് ഇഷ്ടം പോലെ കാണും. ഇനി ഈ പറഞ്ഞ നമ്മുടെ മുൻ തലമുറക്കാർ ഭയങ്കര ജീനിയസ് എന്ന് പറയുന്നു, അയോൺസേ അവരിതിനേക്കാളും അപ്പുറത്ത് കോപ്പി അടിച്ചവരാ. അന്ന് AI ടൂളില്ല, അന്ന് ഡിജിറ്റൽ ഇല്ല. അന്ന് PhD ചെയ്യുന്നവരെന്ത് ചെയ്യും, ഇവിടെ MG യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ JNUവിൽ പോവും. അവിടെ പോയി 3 മാസം അവിടെ ഇരുന്ന് അവിടുത്തെ തീസിസൊക്കെ നോക്കി എഴുതിയെടുത്ത് ടൈപ്പ് ചെയ്യും. അതും കോപ്പിയിങ് ആണ്. ടെക്നോളജി മാറിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ടെക്നോളജി വരുമ്പോൾ നമ്മളതിനെ എതിർത്ത് പറയും. ഇൻ്റർനെറ്റ് വന്നപ്പോൾ പറഞ്ഞു അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻ്റർനെറ്റ് ഇപ്പം പറയുന്ന ഇൻ്റർനെറ്റ് ഗൂഗിൾ ഭേദമാണ്. കാരണം എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്നുമില്ലെങ്കിലും കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം, അതിനകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്യണം. ഇപ്പോൾ AI വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഗീവ് മീ ദിസ് തിങ് എന്ന് പറഞ്ഞാലും അത് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള എല്ലാം തരും. അപ്പോൾ നമുക്ക് എഫർട്ട് കുറയുന്നു. അപ്പോൾ ഈ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇതൊരു ഡിസറപ്റ്റീവ് ടെക്നോളജി ആയിട്ട് പറയാം. പക്ഷേ ഇൻ ഫ്യൂച്ചർ എന്താവും, അവിടുത്തെ ജനറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി ആർ യൂസിങ് ഇറ്റ്. എപ്പോഴൊരു 2 sides ഉണ്ട്. നമ്മൾ ഈ ബ്രെയിൻ യൂസ് ചെയ്തില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ എല്ലാ സ്കിൽസും പോവും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേന യൂസ് ചെയ്യാതിരുന്നു നോക്കിയേ, ഒരു 6 മാസം യു കനോട്ട് റൈറ്റ് വിത്ത് പെൻ. ഇപ്പോഴത്തെ പല കുട്ടികൾക്കും പല ആൾക്കാർക്കും പെന്ന് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു IT വർക്ക് ചെയ്യുന്നൊക്കെ ഒരു കുറ്റമില്ലായിരിക്കും. കാരണം ബിക്കോസ് ദേ ക്യാൻ യൂസ് ഡിജിറ്റൽ ഫോർമാറ്റ്. പക്ഷെ അത് എവിടേക്കോ നിങ്ങളുടെ ഈ പെൻ വെച്ച് എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഈ നെർവ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇപ്പോഴ് ഒരു നമ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട് ഈ നിങ്ങൾ ഈ ടച്ച് സ്ക്രീനിൽ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ. സോ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ നെർവ്, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ബ്രെയിൻ, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ കോഗ്നേറ്റീവ് സ്കിൽ. അപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ബിക്കോസ് ഈ ബാലരമ വായിക്കുന്നതിന് ഇപ്പോഴത്തെ കുട്ടികൾ വായിക്കാറില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, എന്നെ പഠിപ്പിച്ച ഒരു സാറുണ്ട് ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പ്രൊഫസർ ബാബു ഫിലിപ്പ് സാറ് ബയോകെമിസ്ട്രിയുടെ എക്സലൻറ്റ് ടീച്ചറാണ്. ഗുഡ് ടീച്ചർ, ഗുഡ് പ്രൊഫസർ, ഗുഡ് റിസർച്ചർ. സാറ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ രാവിലെ കോട്ടയത്ത് നിന്ന് വരുമായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ സാറിൻ്റെ ഇവിടെ നിന്ന് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യും. സാറൊരു ബ്രീഫ് കേസും കൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ എന്നും നോക്കും, നല്ല സ്റ്റൈലായിട്ട് വരും. സാറ് ആ ബ്രീഫ് കേസ് ടേബിളിലോട്ട് ഇങ്ങനെ ഒരു ഏരിയയിലുണ്ട് ഇങ്ങനെ വയ്ക്കും, ഒരു തുറക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇത്രയും വലിയ പ്രൊഫസറായതുകൊണ്ട് റിസർച്ച് പേപ്പേഴ്സും ബുക്സൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു ദിവസം നോക്കിയപ്പോൾ സാറിങ്ങനെ ഇട്ട് പെട്ടെന്ന് ഇങ്ങനെ ബാലരമ, പൂമ്പാറ്റ, അമർ ചിത്രകഥ ഇങ്ങനെ എടുത്തിടുന്നു. ഞാൻ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ചോദിച്ചു, സാർ ഇതൊക്കെയാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം ഞാനും അത് തന്നെയാണ് കുട്ടികളുടെ അടുത്ത് പറയുന്നത്. നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല സാധനം ബാലരമയാണ്. സ്റ്റാർട്ട് റീഡിങ്. ഞാനിപ്പോഴും എൻ്റെ ബാഗിൽ ബാലരമ ഇന്നും വാങ്ങിച്ചിട്ടുണ്ട്. ബാലരമയുടെ ബാക്കിലൊരു സെക്ഷനുണ്ട്, പണ്ട് മൃഗാധിപത്യം വന്നാലെന്നായിരുന്നു. ഇപ്പം അത് ജംഗിൾ രാജ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേജിൽ. ഇറ്റ്സ് എ ഹൈലി ക്രിയേറ്റീവ്. ഒരു ആനിമൽ അതിനകത്ത് ഒത്തിരി സയൻസ് ഉണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പോയിന്റാണ്. അതിപ്പോൾ ഞാൻ അത് സ്ഥിരം വായിക്കും. ഇപ്പം മായാവി വായിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കും, മായാവി എന്താണ്, മരിക്കുന്നില്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ തിങ്കിങ് ഭയങ്കരമാണ്, അവരത് എൻജോയ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ലാസ്റ്റ് ആ കോളം ഇറ്റ്സ് വെരി ക്രിയേറ്റീവ് തിങ്കിങ് കൂട്ടാൻ കഴിവുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളതൊക്കെ വായിക്കണം. അതിന് പാരൻസും ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യണം. ഈ ക്യാമ്പസുകളിൽ പഠിപ്പീര് നിർത്തിക്കഴിഞ്ഞാൽ പിള്ളേർ രക്ഷപ്പെടും. ദേ ഷുഡ് നോട്ട് ടീച്ച്. ഞാൻ 15 വർഷം ഞാൻ പഠിപ്പിച്ചു. എൻ്റെ കുട്ടികളുടെ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും പഠിപ്പിച്ചിട്ടേ ഇല്ല. താങ്ക്സ് ടു മൈ ടീച്ചർ അഗെയിൻ, ഈ പ്രൊഫസർ മാത്യു കോശി സാർ, മരിച്ചുപോയ സാറ് ക്ലാസ്സിൽ വന്നിട്ട് ജെനറ്റിക്സ് പഠിപ്പിക്കുമ്പം കഥ പറഞ്ഞ് ഇങ്ങനെ തീർക്കും. ഞാൻ എൻ്റെ വേറൊരു സ്റ്റൈലാണ്. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് കുട്ടികൾ പഠിച്ചോളും. അവർക്ക് വേണ്ട വേറെ കുറേ സ്കിൽസാണ് ഇന്നത്തെ കാലത്ത്.
അപ്പോൾ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യമായ സ്കിൽ സെറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അവരൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ബി ആവേണ്ട ഒരാളാണ്, ഒരു ജോലി സ്ഥലത്ത് എത്തേണ്ട ഒരാളാണ്, ഒരു സ്റ്റുഡൻ്റ് ആണ്, ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ ആണ്. സോ അവർക്ക് എങ്ങനെയാണ് അവരുടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് വേണ്ട സ്കിൽ സെറ്റുകൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ സാറിൻ്റെ ഉത്തരങ്ങൾ കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറ് സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആണ്, കോളംനിസ്റ്റ് ആണ്. സാറിൻ്റെ 15 വർഷത്തെ അധ്യാപന ജീവിതത്തെക്കുറിച്ചൊക്കെ സാറ് സംസാരിച്ചു. സാറ് എന്താ നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാറിൻ്റെതായിട്ടുള്ള ചിന്താഗതികളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിന് സാറ് പറഞ്ഞതിൻ്റെ ഇടയിൽ എനിക്ക് സ്പാർക്കായിട്ടുള്ള ഒരു സ്പാർക്ക് അടിച്ചൊരു സെൻറ്റൻസ് ആണ്, കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചില സ്കിൽസ് അത്യാവശ്യമാണ്. അതിന് നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, ഇതിനൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും കുട്ടികൾക്ക് ഇതുപോലെ അത്യാവശ്യമായിട്ടുള്ള മറ്റ് സ്കിൽസ് എന്തൊക്കെയാണ്? സാർ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു സാറിൻ്റെതായിട്ടുള്ള രീതിയിൽ സാറ് പഠിച്ചു വന്ന ഒരാളാണ്. സോ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളത്? അത്യാവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ്. ഇപ്പം ഞാനൊരു ജീനിയസ് ആണ്, എനിക്ക് എല്ലാം അറിയാം, മാർക്കുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ യു വിൽ ബി ഇൻ ട്രബിൾ. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രൈമറി സ്കിൽ. റിട്ടൺ സ്കിൽ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഓറലാണ് എപ്പോഴും നമുക്ക്, അതില്ലെങ്കിൽ രക്ഷയില്ല. ഓറലി ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വെൽ, ദ വർക്ക് ഈസ് ഓൾമോസ്റ്റ് 90% ഡൺ. ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നു, ഒരു ജോലിക്ക് പോകുന്നു, എല്ലായിടത്തും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില കുട്ടികൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ പറയും, ബട്ട് ദേ മേ നോട്ട് ബി ഏബിൾ ടു റൈറ്റ് എ സിംഗിൾ സെൻറ്റൻസ്, പക്ഷെ അവർ സക്സസ് ആവും. പിന്നെ ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസിന് വേണ്ട ഒരു സ്കില്ല് ഈ മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ് ആൻഡ് അതിനെ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സ്കില്ല് വേണം. ഇപ്പോൾ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് പലപ്പോഴും നോക്കുന്നത് അവർ ലിറ്ററേച്ചർ പഠിക്കില്ല. ഈ ലിറ്ററേച്ചർ പഠിക്കേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം ലിറ്ററേച്ചർ പഠിച്ചാൽ മാത്രമേ ഒരു മൈൻഡിൻ്റെ ഒരു ബ്രോഡ് തിങ്കിങ് വരുള്ളൂ. അത് പണ്ടത്തെ ക്യാമ്പസുകളിൽ ലിറ്ററേച്ചറിനൊരു പാർട്ടുണ്ടായിരുന്നു. ഈ സബ്സിഡറി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചറുകാർ പഠിക്കുന്ന എൻ്റെ ഒരു കാൽഭാഗമെങ്കിലും ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതിപ്പം ഡൈല്യൂട്ട് ചെയ്ത് ഒത്തിരി ഡൈല്യൂട്ടായി. അപ്പോൾ ലിറ്ററേച്ചർ ഈസ് എസെൻഷ്യൽ. അത് ലിറ്ററേച്ചർ വായിക്കണം. ഓരോ കുട്ടികളും ഒരു ഇൻ്റർ ഡിസിപ്ലിനറി തിങ്കിങ് വേണം, എല്ലാ സബ്ജക്റ്റുകളെയും മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ ക്യാമ്പസുകളിൽ പോയി കഴിഞ്ഞാൽ ഈ റിലേറ്റഡ് ബ്രാഞ്ചസ് ഉണ്ട് സയൻസിൽ, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്. ഇവർ ഈ 5 പേരും 5 സിലോസ് ആയിട്ടാണ് അല്ലേ, അവരെല്ലാം ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ആരും തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല. ഇത് കണ്ടാണ് കുട്ടികളും വളരുന്നത്. നമ്മളിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പം ഇങ്ങനെയുള്ള ഈ കമ്പാർട്ട്മെൻറ്റിലെല്ലാം ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് വീണ്ടും അത് ക്യാമ്പസുകളിൽ നടക്കുന്നില്ല. അത് ഇപ്പോൾ ടീച്ചേഴ്സിനെ ഇനി നന്നാക്കാൻ കുട്ടികൾക്ക് പറ്റില്ല, കുട്ടികൾ സ്വയം മാറുക. അതാണ് ഞാനും ഞാൻ പണ്ടുപോലെ ഫോളോ ചെയ്യുന്നൊരു പ്രിൻസിപ്പിളാണ്. ടീച്ചേഴ്സിനെ ഒന്നും കിട്ടുന്നില്ല, പക്ഷേ എനിക്ക് രക്ഷപ്പെടണം. ഞാൻ എൻ്റെ ടീച്ചറിനെ പോലെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഞാൻ വളരില്ല. ഇത് ഞാൻ സ്വയം മനസ്സിലാക്കി, എൻ്റെ സുഹൃത്തുക്കളിലൂടെ അല്ലെങ്കിൽ വായിക്കുന്ന ബുക്സിലൂടെയും മനസ്സിലാക്കി. ബുക്ക് ഈസ് ആൻ ഐ ഓപ്പണർ ടു ദ വേൾഡ്. അത് വേറെ ആരും ചിലപ്പം അതിന് ഒരു ടീച്ചറും വേണ്ട. ബുക്ക് ഈസ് ഓൾസോ എ ടീച്ചർ. അപ്പോൾ അത് ടീച്ചേഴ്സ് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ അത് അഡാപ്റ്റ് ചെയ്യണം, ഈ ഇൻ്റർ ഡിസിപ്ലിനറി സ്കിൽ. പിന്നെ ഈ അഡാപ്റ്റബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ മലയാളി കുട്ടികളുടെ ആദ്യത്തെ പ്രശ്നം ബാംഗ്ലൂരോ ഡൽഹിയിലോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ അവിടെ പച്ചരിയേ കിട്ടുള്ളൂ. ഈസ് ഇറ്റ് എ കൺസേൺ? അങ്ങനെ ജോലി കളഞ്ഞ പിള്ളേരെ എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടിയിട്ട് മംഗലാപുരത്തെ ഫുഡ് ശരിയായില്ലെന്ന് പറഞ്ഞ് 1 മാസത്തിനകത്ത് റിസൈൻ ചെയ്ത് തിരിച്ചു വന്ന പിള്ളേരുണ്ട്, ബോയ്സ്. അപ്പോൾ ഒരു അഡാപ്റ്റബിലിറ്റി സ്കിൽ, ഒരു ടീമിൽ വർക്ക് ചെയ്യാനുള്ളൊരു സ്കില്ല് വേണം. നമ്മളൊരു കമ്പനിയിൽ പോകുന്നു, അവിടെ ചെന്നിട്ട് ഞാനൊരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ഒരു ടീം ബിൽഡിംഗ് സ്കില്ല് വേണം. ഈ ടീം ബിൽഡിംഗ് സ്കില്ല് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ സ്പോർട്സാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്യാമ്പസുകളിലും സ്കൂളുകളിലും സ്പോർട്സിന് വേണ്ടി കുറേ കുട്ടികളുണ്ട്, അവർ മാത്രം സ്പോർട്സിന് പോകും. സ്പോർട്സ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ കരിക്കുലം. ടീം ബിൽഡിങ്ങും അഡാപ്റ്റബിലിറ്റി എല്ലാം മ്യൂച്വൽ റെസ്പെക്റ്റും എല്ലാം കൊടുക്കുന്നത് സ്പോർട്സിൻ്റെ ഒരു കൾച്ചറാണ്.
അല്ലേ? നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതല്ലേ പല സ്പോർട്സ് ഇവൻറ്റിലും. എനിക്ക് തോന്നുന്നു ഈ ഒളിമ്പിക്സിൻ്റെ ഒരു ഐ ഫോർഗോട്ട് ഹിസ് നെയിം, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ ഇംഗ്ലീഷിലേറ്റ അതൊരു ടോപ്പിക്കാണ് ഈ തോറ്റാളെ കൺസോൾ ചെയ്യുന്ന ഒരു സംഭവം. ജെസ്സി ഓവൻസിൻ്റെ ഒരു കേസ്, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്, ദർ ഇസ് ഓൺ ഇവൻറ്റ് വിത്ത് ജെസ്സി ഓവൻസ്. അപ്പം ഈ ജെസ്സി ഓവൻസിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കുന്നു നമ്മുടെ എന്താണ് ഒപ്പോണൻറ്റിൻ്റെ അടുത്ത്. അപ്പം ഇതെല്ലാം സ്പോർട്സിലേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. പിന്നെ വേണ്ടത് ഒരു റീലേണിങ് സ്കിൽ വേണം. റീലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പഠിച്ച അതാണ് പലപ്പോഴുള്ള കുട്ടികൾക്കുള്ളൊരു പ്രശ്നം. ഒരു സാധനം ഓക്കെ ഇതെൻ്റെ ടീച്ചർ പഠിപ്പിച്ചതാണ്, ഇതാണ് ഞാൻ പഠിച്ചത്, അത് തെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാക്കണം. ഇറ്റ് മേ നോട്ട് ബി ട്രൂ, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം റീലേണിംഗ് സ്കില്ലും അതേപോലെ അപ്പ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഫീൽഡ് ഏതാണോ, ഏത് ഡൊമൈനാണോ, അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് അപ്പ് സ്കില്ലാണ്. എസ്പെഷ്യലി ഇൻ IT സെക്ടർ. IT സെക്ടറിലൊക്കെ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ ഇങ്ങനെ ഡെയിലി വളരുകയാണ്. അവർ ഡെയിലി ഡെവലപ്പ് ചെയ്യണം. അതല്ലാതെ അവർ പണ്ട് MCAക്കോ BTechനോ പഠിച്ച കാര്യങ്ങൾ വെച്ച് വീണ്ടും ജീവിക്കാമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പറ്റില്ല. കാരണം I used to meet many IT professionals. Recently I met a person, he's 65 years old. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇതെങ്ങനെയാണ് ഇത്രയും സർവൈവ് ചെയ്യുന്നത്? ഈ പുതിയ AI ബേസ്ഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുകയാണ്. പുള്ളി പറഞ്ഞതാണ്, ഞാൻ കയറിയൻ്റെ അന്ന് തൊട്ടേ എവറി 1 year I will upskill my knowledge and also my skill set. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു കോമ്പറ്റേറ്റീവ് വേൾഡാണ്. ഞാൻ പറയുന്നതാണ്, നമ്മൾ മരിക്കുന്നത് വരെയും പഠിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ സർവൈവ് ചെയ്യാൻ പറ്റൂ. നാളെ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുമെന്നറിയില്ല. ഈ സ്പേസിലേക്ക് പോയി സ്പേസ് കോളനിയൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പോകാനും നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെയും ഈ ന്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അപ്പം കുട്ടികൾ മെയിനായിട്ടും കമ്മ്യൂണിക്കേഷൻ, അഡാപ്റ്റബിലിറ്റി, ടീം ബിൽഡിംഗ് ഓർ ടീം സ്പിരിറ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ്, അപ്പ് സ്കില്ലിംഗ്, റീലേണിംഗ്, ഇത്രയും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സക്സസ് ആവാം. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, മൊബൈലിനോടുള്ള അഡിക്ഷൻ ലിറ്റിൽ ബിറ്റ് ബ്രിങ് ഡൗൺ, ലിമിറ്റ് ചെയ്യണം. ഈ സ്ക്രീൻ ടൈം കുറയ്ക്കണം. ഇപ്പോൾ എല്ലാവരും സ്ക്രീൻ ടൈം കൂടുന്നതുകൊണ്ട് ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ, അല്ലേ? സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം സ്ക്രീൻ ടൈം കുട്ടികളത് പർപ്പസ്ഫുള്ളി ഒരു ഡിജിറ്റൽ വനവാസമൊക്കെ നമ്മൾ എടുക്കണം. അത് പലരും എടുക്കുന്നുണ്ട്. ഈ വലിയ ഹൈ പ്രൊഫൈൽ ആൾക്കാർ, ഈ വാട്സാപ്പ് ഒന്നും നോക്കാത്ത വലിയ ആൾക്കാരെ എനിക്കറിയാം. അവർ വാട്സാപ്പിനകത്തൊന്നും കോഡില്ല. ദേ വിൽ വർക്ക്, ദെൻ ദേ വിൽ ടേക്ക് എ ഡിജിറ്റൽ ഡീടോക്സിങ് എടുക്കുന്നു. നമ്മൾ സാധാരണ ഇപ്പം ഡീടോക്സിങ് എടുക്കുന്നത് ബോഡിക്കാണ്, മൈൻഡിനുള്ളൊരു ഡീടോക്സിങ് ആണ് വേണ്ടത്. കുട്ടികൾക്കും വേണം. ദെൻ So it's adaptability. Students will find their way. Okay. റൈറ്റിംഗ് സ്കിൽസിൽ തുടങ്ങി നമുക്ക് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള പലതരം സ്കിൽസിനെ കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എഴുത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഴുത്തായിക്കോട്ടെ, വായന ആയിക്കോട്ടെ, അതുപോലെ തന്നെ പലതരം സ്കിൽസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ടീച്ചേഴ്സ് ഒരു വ്യക്തിയുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ഉയരയിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ചില കാര്യങ്ങൾ കേൾക്കാം, അറിയാം. Keep on listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ. സാർ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. അപ്പം സാറിന് തോന്നിയിട്ടുള്ള ഇപ്പം കുട്ടികൾ ഇന്ന കാര്യങ്ങൾ കൂടി പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം നമ്മൾ സ്കിൽ സെറ്റ് അല്ലാണ്ട് ഇന്ന മേഖലകളുണ്ട്, അവരതിലേക്കും കൂടെ എത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നിച്ചിട്ടുള്ള, ഇപ്പം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ള. സാറ് ബാംഗ്ലൂർ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. കേരളത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ പഠിച്ച ഒരാളാണ്. കുട്ടികളിൽ ഇന്ന മാറ്റങ്ങൾ കുട്ടികളുടെ ചിന്താഗതികളിൽ വരുമാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഈ കേരളത്തിൽ തന്നെ പഠിച്ചതാണ്. എൻ്റെ സ്കൂൾ ലെവൽ മുതൽ എൻ്റെ MPhil വരെയും കേരളം തന്നെയാണ്. PhDക്ക് മാത്രമാണ് ഞാൻ പുറത്തു പോയത്. പക്ഷെ കേരളത്തിലെ ഒരു പ്രോബ്ലം ബാക്കിയുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ ഈ അപ്ലൈഡ് തിങ്കിങ് കുറവാണ്. അത് ഏത് ഫീൽഡായാലും. അപ്പോൾ ഞാൻ സയൻസാണ്. പക്ഷേ സയൻസ് മാത്രമല്ല, ഏതെടുത്താലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ തിങ്കിങ് നമ്മുടെ കുട്ടികൾക്ക് കുറവാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് നമ്മളെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്.
കുറച്ചും കൂടെ കുട്ടികൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്ന ഒരു പ്രശ്നം, ഒരു എന്തൂസിയാസം കാണിക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് മാഷ്മാർ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പം 10ലായി, അടുത്ത് പ്രീ ഡിഗ്രിക്ക് പോവുകയാണ്, നാളെ ചെന്ന് നിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഷേവ് ചെയ്യാനുള്ള ബ്ലൈഡിന് പൈസ ചോദിക്കരുത്. അതായത് എനിക്ക് സ്കൂളിൽ ഒരു കെമിസ്ട്രിയോട് വെച്ച് ഈശ്വരൻ നമ്പൂതിരി മാഷ് പറഞ്ഞൊരു വേർഡാണ്. അതിൻ്റെ റെലവൻസ് എന്താണെന്ന് അന്ന് ചിലപ്പോൾ മനസ്സിലായില്ല, പക്ഷേ ഇത് നമ്മുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാരൻസിന് ആവശ്യമില്ലാതെ ശല്യം ബോധർ ചെയ്യിപ്പിക്കരുത് എന്ന് അറിയാതെ മനസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് പറയും, അവൻ്റെ ഫാദർ കഴിഞ്ഞ ആഴ്ച അവൻ്റെ ബാറ്റ് തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ബാറ്റ്? എനിക്ക് ഡെയിലി 2003 ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞ് ഡെയിലി 100 രൂപ എനിക്ക് ബാറ്റുണ്ട്. അപ്പോൾ ഡെയിലി 100, 500 രൂപ ഒരാഴ്ച ക്യാമ്പസിൽ പോകാൻ വേണ്ടി അവൻ്റെ ഫാദർ അവന് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഡ്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അവർ നല്ലതാണോ എന്നറിയില്ല, ഒരു കണക്കിന് നല്ലതാണ്, ടെൻസ്ഡ് അല്ല. അവർ വീട്ടിൽ നിന്ന് പാരൻസ് കൊടുക്കുന്ന പൈസ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അത് കളയുന്നതിന് അവർക്ക് മടിയില്ല. അതിനകത്തൊരു എന്താണ് പറയുന്നത്, സെൻസിബിലിറ്റിയോ ഒന്നും അവർ കാണിക്കുന്നില്ല. ജോലിക്ക് വേണ്ടി അവർ സ്ട്രെസ് എടുക്കുന്നില്ല. അവർക്ക് ഒരു ജോലി അപ്ലൈ ചെയ്യാൻ മടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയ്മെൻറ്റ് ന്യൂസൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ ആഴ്ചയും നോക്കും എവിടെയാണ് വേക്കൻസി, അവിടെയൊക്കെ ലെറ്റർ അയക്കും. ഇപ്പം ലെറ്റർ അയക്കണ്ട, ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിൽ അയക്കാനും അവർക്ക് മടിയാണ്. പല പിള്ളേരും ചോദിക്കും, സാർ അത് നമ്മൾ അപ്ലൈ ചെയ്യണ്ടേ? അവർക്ക് അപ്ലൈ ചെയ്യാൻ വയ്യ. നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പിള്ളേർ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ക്യാമ്പസിൽ, എല്ലാ ക്യാമ്പസിലും പിള്ളേർ ഒരു കമ്പനി വരുന്നു, അവരെ എടുത്തു അങ്ങ് കൊണ്ടുപോകുന്നു. അവർക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാൻ അവർക്ക് മടിയാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു പിള്ളേരുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് എതിരാണ്. ഇപ്പം പാരൻസ് എല്ലാം പറയും, ഓക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വേണം, ജോലി ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പല പാരൻസും കാണുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണ് ഞങ്ങൾ 100% ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പാരൻസ് അങ്ങോട്ട് വിടും. പക്ഷേ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അവർ നോക്കുന്നില്ല. ഏത് കമ്പനി, എത്ര സാലറി, ഇത് അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് മതി. പക്ഷേ അതിൻ്റെ പ്രോബ്ലം വരുന്നത് കുട്ടികളുടെ ഡൈവേഴ്സ് തിങ്കിങ് അവിടെ നടക്കുന്നില്ല. അതിന് പകരം കുട്ടികൾ തന്നെ ഒരു പ്ലേസ്മെൻറ്റ് സെല്ലുണ്ടെങ്കിൽ അവർ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. ലെറ്റ് ദ സ്റ്റുഡൻസ് ഫൈൻഡ് ദ വേ, എന്നാലേ അവർ വളരുകയുള്ളൂ. അത് ഇത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഒരു സ്പൂൺ ഫീഡിങ് ലെവലിലേക്ക് മാറുന്നു. അതുകൊണ്ടൊരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ഐ സ്റ്റിൽ ഹാവ് എ ഡൗട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ റൈറ്റിംഗ് സ്കില്ലിലേക്ക് പോകുമ്പോൾ, റൈറ്റിംഗ് സ്കില്ലിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ടിപ്സ് എന്തൊക്കെയാണെന്ന് സാറിനോട് ചോദിക്കുവാണെങ്കിൽ സാർ എന്തൊക്കെയായിരിക്കും പറയുക? ലവ് ലെറ്റർ എഴുതുക. ലവ് ലെറ്റർ എഴുതുക ഏറ്റവും നല്ലത് അതാണ്. നിങ്ങൾക്ക് നല്ലൊരു പേപ്പറൊക്കെ എടുത്തിട്ട് മനസ്സിൽ തോന്നുന്ന ലവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത് എഴുതുക. സ്കൂൾ ലെവലിൽ തുടങ്ങുക. ആരെങ്കിലും കേൾക്കുന്ന ലിസണേഴ്സിൽ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. അത് കാരണം അത് ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിന അല്ലേ? ഇപ്പം പ്രണയിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന പ്രണയം വലിയ കുറ്റമായിട്ടൊക്കെയാണ് എല്ലാവരും കാണുന്നത്. ഇറ്റ്സ് എ നാച്ചുറൽ. ഞാനൊരു ബയോളജി ടീച്ചറാണ്, സോ ഐ നോ ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിന. പല കാര്യങ്ങളും ക്യാമ്പസിലും സ്കൂളിലും പിള്ളേർ ചെയ്യുന്നതൊന്നും അത് അവർ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ദ ബയോകെമിക്കൽ പ്രോസസ്സസ് ദാറ്റ് ഹാപ്പൻസ് മേക്സ് ദം ഡു. അത് കൺട്രോൾ ചെയ്ത് പലപ്പോഴും അത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് പലരും അത് കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് സൈക്കോളജിസ്റ്റിനോട് പറയും, അവർ പറയും തെറ്റാണെന്ന് പറയും. യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ്, റൈറ്റ്? അപ്പം ഞാൻ പറയുന്നത് എഴുതി തുടങ്ങുക, ലവ് ലെറ്റർ എഴുതുക, ഡയറി എഴുതുക. ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ രാവിലെ ഇന്നടത്ത് പോയി, ഇന്നയാളെ കണ്ടു, ഇന്നതാണ്. എന്നിട്ട് ഡയറി എഴുതുക. ആ ഡയറിയും മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കും. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുകയാണ്, നിങ്ങൾ ഭയങ്കര പ്രഷർ കൂടുമ്പോൾ, ഇപ്പം നിങ്ങളുടെ ബോസിനോടൊരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറബിക്കഥയിൽ അറബിക്കല്ല 2 countries സിനിമയിലകത്ത് വാഷ്റൂമിൽ പോയിട്ട് ദിലീപ് ചാടുന്ന പോലെ. ബിക്കോസ് ഇത് നിങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ അഫക്റ്റ് യുവർ മൈൻഡ് ആൻഡ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് യു. പകരം ഇങ്ങനെയൊന്ന് ബക്കറ്റൊക്കെ അടിച്ച് പൊട്ടിച്ചാലും ജോലി പോവും. ഒരു ഡയറി എടുക്കുക, പറയാനുള്ള തെറിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാം എഴുതുക. അതൊരു ഹാബിറ്റ് ആക്കുക. ആക്ച്വലി ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് റോട്ട് ഇറ്റ് എഴുതിയിട്ട് ഞാൻ ചുമ്മാ അത് കീറിക്കളയും. പ്രോസസ് കീറിക്കളയുക, വീണ്ടും എഴുതുക. കീറേണ്ട ആവശ്യമില്ല, സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്.
അപ്പം ആ ഒരു ജേർണലിങ് ഈസ് ഗുഡ് നമ്മൾ എഴുതുന്ന രീതിയിൽ. പിന്നെ ഇപ്പം ഇത് മൊബൈലോ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചില കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ നോട്ട് പാഡിൽ എഴുതുമായിരുന്നു. ഇപ്പോൾ ഐ വിൽ ടൈപ്പ് ഇറ്റ് ഇൻ ദ മൊബൈൽ. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ടത് ടൈപ്പ് ചെയ്തിട്ടേക്കാം, മറന്നുപോകുക. കാരണം ചില ഐഡിയാസ് നമുക്ക് പെട്ടെന്ന് വരും. ഈ റൈറ്റിങ്ങിന് ആദ്യം വേണ്ട ഐഡിയാസാണ്. ഐഡിയ എപ്പോഴും വരില്ല. ഇപ്പോൾ എന്നോടൊരു സാധനം ഇപ്പോൾ ഇരുന്നിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിനൊരു പ്രോസസ്സിങ് ഉണ്ട്, മൈൻഡിൽ അത് കയറണം. അത് ചിലപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നിയാൽ പെട്ടെന്ന് എഴുതി തീർക്കണം. ഐ ഡോണ്ട് ഡു ദ സെക്കൻഡ് പ്രൂഫ് റീഡിങ് നടത്താറില്ല. അത് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് എഴുതുന്നതാണ് നല്ലതെന്നൊരു വശമാണ്. പക്ഷെ പിന്നെ അത് പ്രിൻ്റ് ചെയ്തൊക്കെ വന്ന് കഴിയുമ്പോൾ തോന്നുന്നു ദിവസം ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണല്ലോ, ഗ്രാമർ എറർ ഉണ്ടല്ലോ, ഐ ഫോർഗെറ്റ് ഇറ്റ്. ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ കളഞ്ഞേക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അത് ആ ഒരു ശീലം എനിക്ക് പണ്ടേ ഉണ്ട്. ഈ സ്കൂളിലൊക്കെ എക്സാം കഴിയുമ്പോൾ ചില നല്ല പഠിക്കുന്ന പിള്ളേർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഇത്രയും വെറുപ്പുള്ള സാധനം ഈ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഓടും. കാരണം അതുവരെ ഞാൻ ശരിയാണെന്ന് ധരിച്ച സാധനം ഈ ഡിസ്കഷൻ കഴിയുമ്പോൾ മനസ്സിലാവും തെറ്റാണ്. ഓക്കെ, തെറ്റട്ടെ, അതിൻ്റെ റിസൾട്ട് വരാൻ 3-4 മാസം എടുക്കും, അപ്പോഴേ അറിഞ്ഞാൽ പോരെ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ എഴുതുക, ഫോർഗെറ്റ് ഇറ്റ്, അങ്ങനെ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്, അത് നടന്നോളും. കീപ് ദ പ്രോസസ്. എപ്പോഴും എന്തെങ്കിലും എഴുതുക. അപ്പം എന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ഒരു പ്രൊഫസർ വി ബാബു, മരിച്ചുപോയി സാറ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ ഈ കത്തിയുടെ മൂർച്ച കൂടുള്ളൂ. സാറ് പറയുന്നത് ഇപ്പം മീൻ മുറിക്കുന്നവരോ ഇറച്ചി വെട്ടുകാരുടെ കത്തിയൊക്കെ നല്ല ഷാർപ്പാണ്, തിളങ്ങിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് എഡ്യൂക്കേഷൻ. നമ്മളിപ്പം വായിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇറ്റ് ഗോസ് ഓൺ ഷാർപ്പൺ. അപ്പോൾ അത് ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഒരാഴ്ചയൊക്കെ ഒന്നും എഴുതാതിരിക്കും, ദെൻ ഐ ഫീൽ ബാഡ്. പിന്നെ അതിൻ്റെ പ്രോസസ്സിന് ഐ വിൽ വെയിറ്റ്, അത് എപ്പോഴാണ് ഐഡിയ വരുന്നത് അപ്പോഴേ എഴുതും. അപ്പോൾ അത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ചെയ്തില്ലെങ്കിൽ again it is a process, it's an issue. സോ നമ്മൾ ഇന്ന് ഉയരയിലൂടെ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് കേട്ടറിയണം. സാറിന്റെ ഓരോ വാക്കുകളിലൂടെ നമുക്ക് ഓരോ ഇൻസൈറ്റ്സ് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അതൊക്കെ കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞപ്പം കറണ്ട് എഡ്യൂക്കേഷൻ ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞു, കുട്ടികൾ വളർത്തിയെടുക്കേണ്ട സ്കിൽ സെറ്റ് അത്യാവശ്യമായിട്ട് വേണ്ട ഏതൊക്കെയെന്ന് പറഞ്ഞു, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി സാറിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർ ബിജു ധർമ്മപാലൻ്റെതായിട്ടുള്ള ഒരു ബോട്ടം ലൈൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ സാറിന് പറയാനുള്ളത്? നമ്മൾ തുടങ്ങിയത് റൈറ്റിംഗ് ആണ്. യെസ്, റൈറ്റിംഗ് ഞാൻ പറയുന്നു എഴുതിക്കൊണ്ടേ ഇരിക്കുക, മടുക്കും വരെ എഴുതുക, അതിലൂടെ വളരുക, വായിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. വായന നിർത്താതിരിക്കുക. കാരണം വായന ഇല്ലെങ്കിൽ എഴുത്തില്ല. പലപ്പോഴും നഷ്ടപ്പെടുന്നത് വായനയാണ്. അല്ല, ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ട്രെയിനിൽ പോയപ്പം ഞാൻ ഈ ബാലരമയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ചുവന്നുകൊണ്ട് കിടക്കണ്ടല്ലോ. ഞാൻ ആ ട്രെയിനിലെ AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചെങ്കിലും കുട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്തേക്കാം. പാരൻസ് എന്നെ ഇങ്ങനെ ഇവനാരോ കുട്ടികളെ പിടിക്കാൻ വന്നതാണോ, ഇങ്ങനെയാണ് അവരുടെ സംശയം. ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട, ഇത് വായിച്ചോട്ടെ കുട്ടി. ഇല്ല, അവൻ കീറിക്കളയും. ഞാൻ പറഞ്ഞു കീറി കളഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഒറ്റ പാരൻ്റ് എനിക്ക് ആ ബുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഈ പാരൻസിന് എന്ത് പറ്റിയെന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഞാൻ മുട്ടായി കൊടുത്തതല്ല, ഒന്നുമല്ല. നമ്മുടെ പാവം ബാലരമയെ കൊടുത്തപ്പം ആ ബാലരമ കുട്ടികൾക്ക് കൊടുക്കാതെ അതിൻ്റെ കൂടെ മൊബൈലിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാരൻ്റൽ കൾച്ചർ, ആ കൾച്ചറാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇനി ഒരു വലിയ ആപത്തായിട്ട് വരുന്നത്. അപ്പം പാരൻസ് ഒന്ന് റിഫോം ചെയ്യണം. പാരൻസ് കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കണം. അത് എന്തും വായിച്ചോട്ടെ, അത് നല്ലതോ ചീത്തയോ ഒന്ന് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ നല്ല നല്ല ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ കുട്ടികൾ വളരട്ടെ. വായനയിലൂടെയും എഴുത്തിലൂടെയും മാത്രമേ ഫ്യൂച്ചർ ജനറേഷൻ വരുള്ളൂ. അപ്പോൾ അത് ഏത് ഫോർമാറ്റ് പേപ്പറാവാം, പേനയാവാം, അത് മാറി ഡിജിറ്റലാവാം. പക്ഷെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അതിന് ക്യാമ്പസുകളും വീടും അതിനൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാർ മുമ്പേ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ അവിടെ ഉറപ്പാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അല്ലേ, വായനയായിട്ട് എഴുത്ത്. ഇത് രണ്ടിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യല്ലേ. ഏറ്റവും നല്ല
ഒരു ബുക്ക് എഴുത്തിനെ കുറിച്ചുള്ളത് ലെറ്റേഴ്സ് ടു മൈ ഫാദർ ടു ഡോട്ടർ ബൈ ജവഹർലാൽ നെഹ്റു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ആ ബുക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ആ ബുക്ക് ഫുള്ള് ഞാൻ വായിച്ചത് മേ ബി ഒരു 2 years ബാക്കാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും നല്ല സയൻസ് കമ്മ്യൂണിക്കേഷൻ ബുക്ക് അതാണ്, ഏറ്റവും നല്ല ജോഗ്രഫി ബുക്ക് അതാണ്, ഏറ്റവും നല്ല ഹിസ്റ്ററി ബുക്ക് അതാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല ബുക്ക് ആ ബുക്കാണ്, നെഹ്റുവിൻ്റെ ആ ബുക്കാണ്. അപ്പോൾ ഏതൊരു കുട്ടിയും ഞാൻ പറയും ആ ഒരു ബുക്ക് വായിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. ഇത്രയും ക്രിസ്പായിട്ട് ചെറിയ ബുക്കാണ്, 100-150 പേജേ ഉള്ളൂ. അതിനകത്ത് നെഹ്റു പല കാര്യങ്ങളും ടച്ച് ചെയ്യുന്നുണ്ട്. അതൊരു റൈറ്റിംഗ് സ്കില്ലാണ്. അപ്പോൾ ആ സ്കിൽ എനിക്കുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് പിള്ളേരെ വളരാനുള്ളൊരു സാഹചര്യം കൊടുക്കുക. അതല്ലാതെ എപ്പോഴും ഇങ്ങനെ പ്രഷർ കുക്കറിലിട്ട് വളർത്താതിരിക്കുക. ഈ അക്കാഡമിക് മെറിറ്റിന് ഉള്ള ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്തില്ല. ഈ റാങ്കും ഗ്രേഡും അതൊന്നും ഇന്നത്തെ കാലത്തില്ല. ഇതൊന്നും ഇല്ലെങ്കിലും കഴിവുള്ളൊരു കുട്ടിക്ക് ഇപ്പം ലക്ഷങ്ങൾ സമ്പാദിക്കാം. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ ആവശ്യമില്ലാത്ത ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളെല്ലാം റാങ്കിൻ്റെ വലിയ വലിയ പോസ്റ്റർ അടിച്ചു വയ്ക്കും. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ മോശമായ ഒരു കൾച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരും റാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഹാവ് സം സ്കിൽ. പഠിക്കുന്ന ഒരു ബുക്കിൽ പരീക്ഷ എഴുതുന്നത് ഒരു സ്കില്ലാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഹി ഹാസ് ഗോട്ട് ഓൾ ദ ലൈഫ് സ്കിൽ. ഞാൻ പറയാറുണ്ട് പരീക്ഷ ഈസ് ലൈക്ക് യു ഹാവ് ടു ചീറ്റ് ദ എക്സാമിനർ. ആ സ്കിൽ എനിക്കറിയാം, എങ്ങനെയാണ് ഒരു ടീച്ചറിനെ പറ്റിക്കാൻ പറ്റുന്നത്, മാർക്ക് സ്കോർ ചെയ്യേണ്ട ട്രിക്സ്, അതാണ് എക്സാമിനേഷൻ. പക്ഷേ അതല്ല നമ്മളൊരു സ്കിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ദർ ആർ അതർ ഫാക്ടേഴ്സ്. അപ്പോൾ അത് മിസ്സിങ് ആവുന്നുണ്ട്. അപ്പോൾ അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മാറ്റാനും നോക്കുക. എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ആർക്കും പറ്റില്ല. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ്, പാരൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിള്ളേർക്കുള്ള ഒരു ഫ്രീഡം കൊടുത്ത് ഇതിൻ്റെ പേരിൽ അവർ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കുക. അവർ വളരട്ടെ, അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. വെറുതെ നമുക്ക് പറ്റാത്ത ജെൻ ആൽഫയൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകണ്ട. അല്ലെങ്കിൽ അതനുസരിച്ച് പഠിക്കുക, കാലത്തിനനുസരിച്ച് വളരുക, കാലത്തിനൊപ്പം വളരുക ഫ്യൂച്ചറിലേക്ക്. കാരണം കാലം ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇപ്പം ഈ AI എന്ന് പറയുന്ന ടെക്നോളജി ആദ്യം വന്നത് എനിക്ക് തോന്നുന്നു ഏർലി 19th and 20th centuryയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ റിസർച്ചും എല്ലാം. പക്ഷേ ഈ ലാസ്റ്റ് 2 yearsലാണ് ആ ബൂം വന്നത്. ഭയങ്കര ഷാർപ്പല്ലേ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഇല്ല. ഞാൻ PGക്ക് പഠിക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ആയതേ ഉള്ളൂ. അന്നുണ്ടായിരുന്ന ഇമെയിലുകൾ റെഡിഫും കുറേ മെയിൽ IDs ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇപ്പോൾ ഇല്ല. യാഹു വരെ ഇപ്പോൾ ഇല്ല. നാളെ ഈ Gmail ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇറ്റ്സ് എ ഹൈലി ട്രാൻസ്ഫോർമേറ്റീവ് ഫേസ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷനിൽ ഇന്നത് പഠിച്ചാൽ നാളെ ജോലി കിട്ടും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. യു ഷുഡ് ബി അഡാപ്റ്റബിൾ ഫോർ ദ ചേഞ്ച് ആൻഡ് ബി ദ ചേഞ്ച് ഏജൻറ്റ്സ്, പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്. Then you will have a bright future. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഇപ്പം നമ്മൾ പാരൻസിൻ്റെ മനസ്സിലായിക്കോട്ടെ, ടീച്ചേഴ്സിൻ്റെ മനസ്സിലായിക്കോട്ടെ, സ്റ്റുഡൻസിൻ്റെ മനസ്സിലായിക്കോട്ടെ, ഒക്കെ വരുത്തേണ്ട അത്യാവശ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളവയൊക്കെ സാറ് പറഞ്ഞു തന്നു. നമ്മുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ ബിജു ധർമ്മപാലൻ ഫ്രം ഡീൻ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. എൻ്റെ സാറിനെ കുറിച്ച് പറയുമ്പോൾ സാർ ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്ററാണ്, കോളംനിസ്റ്റാണ്. എനിവേ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ സാർ. Thank you. 89.6 FM Sargakshetram.